അയ്യോ, എല്ലാം പോയി സാറേ. എന്റെ മോളെ ഇവന്മാര് കൊന്നു സാറേ. ഇതാരാ? മരിച്ച കുട്ടിയുടെ അച്ഛനാ. ബോഡി എവിടെയാ? അടുക്കളയിലാ. എപ്പോഴാടോ ആ CI ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? 10:30 എത്തുന്നു സാർ പറഞ്ഞു. മണി 11 ആയില്ലേ? എന്താ മരിച്ച കുട്ടിയുടെ പേര്? ഗിരിജ. ഭർത്താവിന്റെ പേര്? വാസുദേവൻ. അയാളെവിടെ? ആത്തിന്റെ സാർ, വിളിക്കണം. കുട്ടിയുടെ അച്ഛനെ വിളിക്കൂ. ഗിരിജയുടെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല സാറേ. ഈ ദുഷ്ടന്മാരെല്ലാരും കൂടെ എന്റെ മോളെ കൊന്നതാ. എന്താ നിങ്ങൾ പറയുന്നത്? അവളെ ഞങ്ങൾ കൊന്നെന്നോ? ദൈവദോഷം പറയരുത് ഗോപാല. നിങ്ങളും ഉണ്ടായിരിക്കണം. ആ പറയൂ. 30 പവൻ സ്വർണവും 75,000 രൂപയ്ക്കുമാ സാറേ കല്യാണം നിശ്ചയിച്ചത്. എല്ലാം വിട്ടുപെറുക്കി പലിശയ്ക്ക് പണം വാങ്ങിയും പരമാവധി ഞാൻ കൊടുത്തു തീർത്തു. 10,000 രൂപ കൂടി കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അത് കിട്ടാത്തതിന്റെ പേരിൽ തന്തയും തള്ളയും മക്കളും കൂടി എന്റെ മോളെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് സാറേ. ഇടയ്ക്കിടയ്ക്ക് പണത്തിനു വേണ്ടി അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചയക്കാനല്ലാതെ ഞാൻ കാശിന് എവിടെ പോവും? വീടിന്റെ ആധാരം പലിശക്കാരന്റെ കയ്യിലോ സാറേ. എന്റെ മോളെ ഇവരൊക്കെ കൂടി കൊല്ലുമെന്ന് അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷേ ഞാനത് അത്രയ്ക്കങ്ങ് വിശ്വസിച്ചില്ല. ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് അവളുടെ ഒരു കത്ത് കിട്ടി. ഉടനെ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ ഒരുങ്ങിയപ്പോഴേക്കും അവൾ ആത്മഹത്യ ചെയ്ത വിവരമാ സാറേ എനിക്ക് കിട്ടിയത്. ഒരുപക്ഷെ ആത്മഹത്യ തന്നെ ആയിക്കൂടെ? എന്റെ മോളയച്ച കത്ത് കണ്ട സാർ ഒരിക്കലും പറയില്ല. ആ കത്തെവിടെ? വീട്ടിലുണ്ട്. ആ കത്ത് സ്റ്റേഷനിൽ എത്തിക്കണം. ആ കുട്ടിയുടെ ഭർത്താവ് വന്നോ? സർ, ഭർത്താവ്. എന്താ തന്റെ പേര്? വാസുദേവൻ. എന്താ എനിക്ക് പറയാനുള്ളത്? ഞാനൊരു തെറ്റും ചെയ്തില്ല സർ. അവൾ ആത്മഹത്യ ചെയ്തതാണ്. തനിക്കെന്താ ജോലി? ഞാൻ സോപ്പ് കമ്പനിയിലാണ് സർ. എന്തിനാണ് ഗിരിജ ആത്മഹത്യ ചെയ്തത്? അവൾ മാനസിക രോഗിയായിരുന്നു സർ. നിന്നോട് ദൈവം പൊറുക്കില്ലടാ. മാനസിക രോഗിയായിരുന്നെങ്കിൽ നിങ്ങൾ ചികിത്സ നടത്തിയിട്ടുണ്ടോ? എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് സർ. തൽക്കാലം നിങ്ങൾക്ക് പോകാം. ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഗിരിജയുടെ ബോഡി ആദ്യം കണ്ടത് ആരാണ്? ഞാനാ സർ. എന്താ തന്റെ പേര്? സുരേന്ദ്രൻ. പോലീസ് സാക്ഷി. മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല സർ. ഇതൊരു കൊലപാതകമാണ്. അതെങ്ങനെ ഇത്ര കൃത്യമായി നിങ്ങൾ പറയുക? ഞാൻ തൊട്ടപ്പുറത്ത് വർഷങ്ങളായി താമസിക്കുന്ന ആളാണ് സാർ. ഈ വീട്ടുകാരെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. പിന്നെ വേറെ ചില സംഗതികളുണ്ട് സാർ. അത് പരസ്യമായി പറയാൻ പറ്റില്ല. ശരി, നിങ്ങൾ നാളെ സ്റ്റേഷനിലേക്ക് വരും. സാർ, ആംബുലൻസ് എത്തി. ശശി, കുറെ സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തി മൊഴി രേഖപ്പെടുത്തണം. അവരോടൊക്കെ നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറയും. വേണ്ട, കേസും കോടതി ഒന്നും വേണ്ട. ഈ കേസ് ഞാൻ തന്നെ തീർത്തോളാം. നീ എന്താ ഈ പറയുന്നേ? എന്റെ അളിയനെന്ന് പറഞ്ഞു നടന്നിരുന്ന ആ പട്ടിയെ ഞാൻ കൊല്ലും. മോനെ, നീ അവിവേകം ഒന്നും ചെയ്യരുത്. എനിക്കും നിന്റെ അമ്മയ്ക്കും ഇനി നീ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. രതീഷ്, നീ അവിവേകമൊന്നും ചെയ്യരുത്. ഈ കേസിൽ ആ കുടുംബത്തിലെ എല്ലാവരും കുടുങ്ങും. കോടതിയിലൂടെ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാകും.
സാധിക്ക ഈ കാശേ കയ്യിൽ വെച്ചോ. എന്തേലുണ്ട്. വെച്ചോ, ഇരുന്നോട്ടെ. ഗോപാലേട്ടനെ എന്തെങ്കിലും ആവശ്യം വരും. അനക്ക് ഓടിക്കേറാൻ വേറെ സ്ഥലം കണ്ടില്ല. ഹാമുക്ക ക്ഷമിക്കണം, ജീവിക്കാനുള്ള കൊതിയോണ്ടാ. ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെ ഇടി കിട്ടിയാലും ഇജി നന്നാവില്ലോടാ പഹയാ. വെറുതെ അല്ല അന്ന ആൾക്കാര് ഇടിമുട്ടിയേന്ന് വിളിക്കണത്. അപ്പൊ അതൊക്കെ പോട്ടെ, ഇപ്പൊ കിട്ടിയ ഇടിന്റെ കാരണം എന്താ? ഇതിന്റെ മുമ്പ് കിട്ടിയ ഇടിന്റെ കാരണമൊക്കെ പൊങ്ങൊക്കെ അറിയോ? ഇജി വേണീട്ട് സ്ഥലം കാലിയാകാൻ നോക്ക്. ഇജി പോകുമ്പോഴേ നമ്മളെ മാഷിങ് കസാരയൊക്കെ പിടിച്ചിട്ടിട്ട് പോയാൽ മതി. എനിക്ക് എന്നെ തന്നെ പിടിച്ചിട്ട് ശരിക്കും കിട്ടണില്ല. അങ്ങോട്ടപ്പം മാഷിങ് കസാലയും. ഹലോ, എവിടെ? ഇന്നലെ നിനക്ക് നല്ല കോളായിരുന്നല്ലേ, ഇങ്ങോട്ടൊന്നും കണ്ടില്ല. നമ്മുടെ ഗോപാലേട്ടന്റെ മോള് മരിച്ചറിഞ്ഞില്ല. ഇന്നലെ മുഴുവൻ ഞാൻ അവിടെ. അത് ആത്മഹത്യ അല്ലെന്നാ പത്രത്തിൽ കാണുന്നത്. കൊലപാതകമാണെന്ന് ഉറപ്പല്ലേ? കേസില്ലേ? കേസൊക്കെ ഉണ്ട്. അതൊക്കെ വിധി പറഞ്ഞു വരുമ്പോഴേക്കും കൊല്ലം കുറെ കഴിയും. ചിലപ്പോ നിരപരാധിയാന്നും പറഞ്ഞ് വെറുതെ വിടാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാർ ഈ നാട്ടിലുള്ളിടത്തോളം കാലം ക്രിമിനൽസിനെ രക്ഷിക്കാനാണ്. സാധിക്കേ, എടാ നിനക്ക് കാശനാ ഷിഹാബാദാ പോണു, പോയി ചോദിച്ചു നോക്ക്. ചെല്ല്. ഷിഹാബേ, എടാ ഷിഹാബേ. ഷിഹാബേ, നീ എന്റെ കാശ് തിരിച്ചു തരില്ലെങ്കിൽ അത് തുറന്നു പറയണം. സാധിക്ക, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? എടാ 10-100 ഞാൻ ഒരു കൂട്ടി വെച്ച എന്റെ കാശാ. ഒരു കൊല്ലം ഇനി തരാന്ന് പറയണത്. എന്റെ ക്ഷമക്കൊരു അതിരുണ്ട്. നിന്റെ പെങ്ങളുടെ കല്യാണത്തല്ലേ കാശ്? കല്യാണം ഉറപ്പിച്ചല്ലോ. ആദ്യം നല്ല ചെറുക്കനെ കണ്ടുപിടിക്കേ. കല്യാണത്തിന് ഒരാഴ്ച മുൻപ് തരാനുള്ള 20,000 രൂപയും 10,000 രൂപ കടമായും 30,000 രൂപ ഞാൻ തരും. സത്യം. എനിക്ക് വിശ്വസിക്കാമോ? എടാ, ഞാൻ നിന്നെ പറ്റിക്കോ? എന്നെ എത്ര വട്ടം സഹായിച്ചാ നീ? ഞാനിപ്പോ വലിയ ബുദ്ധിമുട്ടില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. വിശ്വസിക്കാലോ? ആടോ, ധൈര്യമായിട്ട് പോ. അവനെന്താ പറഞ്ഞേ? അവൻ തരും. വലിയ വിശ്വാസമൊന്നുമില്ല. അല്ലേ തന്നെ ഇത്രയും വലിയ സംഖ്യ എന്തിനാ കടം കൊടുത്ത്? ഏയ്, അവൻ പറ്റിക്കൊന്നുമില്ല. എന്റെ കൂടെ പഠിച്ച എനിക്കറിയാവന്. അവൻ തരും. എല്ലാവരെയും വിശ്വസിക്കുന്ന നിന്റെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നീ ഏതിക്കും സാധിക്കേ. നിന്നോട് 5-10 കടം വാങ്ങുന്ന ആളുകൾ അത് തിരിച്ചു തരാനിഷ്ട പിന്നെയും കൊടുക്കും. ചില ബിരുദന്മാർ അത് വാങ്ങാനായിട്ട് കാത്തു നിൽക്കുക. ചോദിക്കുമ്പോ എങ്ങനെ ഇല്ല എന്ന് പറയാ? ഇല്ലാന്ന് പറയില്ലാന്ന് ഇവിടെ ഉള്ള കുറെ അലവലാതിയൊക്കെ അറിയാം. കണ്ടാ സ്ഥലം വിടണ കണ്ടാ. ഹലോ, അതെ, നോക്കട്ടെ. സാധിക്കേ, ഫോൺ. ഹലോ. വീട്ടുകത്താ തന്നെ വെക്കട്ടെന്നാ. ഓക്കെ, ശരി. അങ്ങാടിയിൽ നിൽക്കാൻ സമയമല്ല. എങ്ങോട്ടാ?
കുമാരേട്ടന്റെ പോക്ക് പ്രസവവേദന, ആസ്പത്രിയിൽ പോണം. ഇവന് വണ്ടി സ്റ്റാൻഡിലിടാൻ സമയമില്ല. നമ്മക്കാണെങ്കിൽ ഒരു ട്രിപ്പ് കിട്ടണേ കണ്ടവന്റെ കയ്യും കാലും പിടിക്കണം. ആ ഒരു ദിവസം വരും. ഇതാ വരുന്ന നമ്മുടെ ഉദ്യോഗസ്ഥൻ. അറിഞ്ഞില്ലേ, പെണ്ണാലോചന തുടങ്ങി. അതിന് ഓനക്ക് പറ്റിയ പെണ്ണിയെ തുന്നിയാവിലുണ്ടോ? സത്താറിനെ കണ്ടിട്ട് കുറെ ദിവസമല്ലോ. അല്പം ബിസി ആയിരുന്നു. കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് കേട്ടു. ഓ, അതിന്റെ കാര്യമൊന്നും പറയണ്ട. ദിവസവും 100 കണക്കിന് ആലോചനകളാണ് വരുന്നത്. ഒന്നും എനിക്ക് ചേരുന്നതല്ല. എല്ലാം ശരിയായാലും എന്തെങ്കിലും ഒരു കുറവ് കാണും. എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഒരു കുട്ടിയെ എനിക്ക് കിട്ടണ്ടേ? മാസത്തിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം ഇവിടെ മറ്റാർക്കാണുള്ളത്? ഞാനൊരു കുട്ടിയെ പറഞ്ഞുതരാം, നിനക്ക് ഇഷ്ടപ്പെടും. എൻ്റെ സങ്കല്പത്തിലെ കുട്ടിയാണെങ്കിൽ ഞാൻ അന്വേഷണം തുടങ്ങും. അല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയും. അതെത്ര വലിയവനോട് ഞാൻ പറയും. അതിനെനിക്ക് ആരെയും പേടിയില്ല. നിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ ആരാണെന്ന് പറയും. ഒത്ത ഉയരം, വെളുത്ത നിറം, വിദ്യാഭ്യാസം, സാമ്പത്തികം. പിന്നെ അവൾക്ക് 2 ആങ്ങളമാരെ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഫാദർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ഗൾഫോ ആയിരിക്കണം. ആ, വീട് 2 ടെറസായിരിക്കണം. വേറെ ചില ഡിമാൻഡ്സുകളൊക്കെ ഉണ്ട്. അത് ഞാൻ പെൺവീട്ടുകാരോട് പറഞ്ഞോളാം. ആ, ഇനി നീ പറഞ്ഞ കുട്ടിയുടെ അഡ്രസ്സ് തരൂ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞ കുട്ടിക്ക് ഇത്രയും യോഗ്യതകളില്ല. പിന്നെ എന്തിനാ മിസ്റ്റർ വെറുതെ എൻ്റെ സമയം ചെലവഴിച്ചത്? നിനക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് നിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അത് അന്ന്. ഇപ്പൊ എനിക്ക് എൻ്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എന്നാ സത്താറെ, ഇത് കയ്യിൽ വെച്ചോ. എന്താ ഇത്? തുറന്നു നോക്ക്. എനിക്കെന്തിനാ ഈ കണ്ണാടി? വീട്ടിൽ കൊണ്ടുപോയി ഒഴിവോലെ ഇരുന്ന് അന്റെ മോന്തന്റെ ഷേപ്പും നോക്ക്. പെണ്ണിനെ അന്യം വേണ്ടേ പിടിക്കുക. 5 പെണ്ണു 2 ആണുള്ള അന്റെ പെരയിന്ന് തങ്ങന്മാരെ മുഴുവൻ ഓരോരുത്തർ കെട്ടിക്കൊണ്ടേലേ. ഈ പറഞ്ഞ മാതിരിയുള്ള ഒൽക്കമല ഡിമാൻഡ് ഓരൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അന്റെ പങ്ങന്മാരൊക്കെ മൂക്കിൽ പല്ല് മുളച്ച് പെരണ്ടകത്ത് കുത്തിരിക്കൂലായിരുന്നോ? ഈ പറഞ്ഞ യോഗ്യതയുള്ള ഒരു കുട്ടിനെ ഏതെങ്കിലും ബാപ്പാര എന്നെ കൊണ്ട് കെട്ടിച്ചു തരുമോ? ഒരു ഗവൺമെന്റ് ഉദ്യോഗം ഉണ്ട് എന്നുള്ളത് വെച്ചാ വേറെ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? അതിനിപ്പോ ഞാൻ ചെറുക്കാതെ പോടാ. കഞ്ഞിന്റെ വെള്ളം കുടിക്കാനുള്ളൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അത് മറക്കണ്ട. ഉഷാറായാണ് കാക്കേ. നിങ്ങളെങ്ങനെ പറയുന്നത് നമ്മൾ വിചാരിച്ചില്ല. ഇഞ്ഞോൻ തല ഒന്തിക്കൂല. ഞാൻ ഇപ്പൊ കൊറേ ഓന്റെ ഈ വർത്താനം കേൾക്കണ്. ഒരു ഉദ്യോഗസ്ഥൻ നമ്മളെ മൂസാജി പറഞ്ഞിട്ടാ ഓനി ജോലി കിട്ടി. എന്നാ നന്ദിയും കൂടി ഏർപ്പനില്ല. പണ്ടത്തെ പോലെ കച്ചവടം തരപ്പ് തന്നില്ലല്ലോ ഐദ്രോസെ. കയ്യില് പണം വരുന്നില്ല. അല്ലെങ്കിലും ഇപ്പോ നിക്കാരും നോമ്പൊക്കെ എല്ലാവർക്കും പണം പടച്ചോന് തോന്നിയെടുക്കും. ബ്രോക്കറേജ് തന്നെ ആൾക്കാര് മര്യാദക്ക് തരുന്നില്ല. ഞമ്മക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ കണക്ക് പറഞ്ഞു വാങ്ങുന്നുണ്ട്. അത് ഈ ചോദിക്കാതെ തന്നെ ആൾക്കാർ തരുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇടിമുട്ടി ഐദ്രോസെ. എന്താ അങ്ങനെ നോക്കണ്? ഏയ്, ഞാൻ ആലോചിക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച പാണ്ടിക്കാട്ടക്ക് ഞമ്മളൊരു കല്യാണം ഏർപ്പാടാക്കി കൊടുത്തു. എന്റെ ഐദ്രോസെ, ചെറുക്കന്റെ പൊര കാണണം. എന്താ വൽപ്പം! അവിടുത്തെ കാറ് കാണണം. വണ്ടി തട്ടി മരിക്കാൻ വിധി ഉണ്ടെങ്കില് ആ കാറ് തട്ടി മരിച്ചണം. എന്നാ പിന്നെ മുന്നിക്കടി ചാടിക്കൂടിനോ? അടിച്ച കാണാൻ. ആ, എനിക്ക് നല്ലൊരു കോളത്തോണ് മറക്കാരെ. ബെന എവിടെ പോയി? ആ, ഓൻ പോയ നന്നായിയാ. മുഴുവൻ എനിക്ക് തന്നെ എടുക്കാലോ. നിങ്ങൾ ആരെ തരീണത്? പാണ്ടിക്കാട്ടേക്ക് ഒരു കല്യാണം നടത്തി കൊടുത്ത ബ്രോക്കറെ നിങ്ങളറിയോ? ഞാൻ തന്നെ എന്ന് പറയാ. കിട്ടണേ മുഴുവൻ എനിക്ക് ഒറ്റക്ക് എടുക്കാലോ. ആ ആള് ഞാൻ തന്നെ. ഏയ്, അയാളല്പം കറുത്തിട്ടാന്നാ മുതലാളി പറഞ്ഞത്. ഞാൻ ആദ്യം കറുത്തിട്ടേനി. ഇപ്പൊ വെയിലൊക്കെ വാട കൊണ്ടുകൊണ്ട് വെളുത്തതാ. ആ ശരി, എങ്കിൽ കാറ് കയറൂ.
ഞാൻ ഈ കാറിൽ കയറുന്ന നാട്ടുകാരത് കാണില്ലേ? എന്റെ അല്ലോ, അമ്മോയ്, എന്റെ അമ്മോയ്. കാറിൽ കയറിയതാരും കണ്ടിട്ടില്ലെങ്കിലും ഇറങ്ങിയതെല്ലാ ആമക്കളും കണ്ടിന്. അസ്സലാമലൈക്കും. വലൈക്കുമുസ്സലാം. ആര് മെയ്തിട്ടിയോ? അന്നപ്പ തീരെ കാണാൻ കിട്ടണില്ലല്ലോ. ഞാൻ ഇന്നലെ ആചാര്യ കാണാൻ വന്നിരുന്നു. പെണ്ണുങ്ങൾ പറഞ്ഞു മകളെ കല്യാണം ഉറപ്പിച്ചൂലേ? എന്നേക്കാ? ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച. ദിവസം കുറവാണല്ലോ മെയ്തിട്ടിയെ. ഓൻ എവിടുത്തുകാരനാ? കൊണ്ടോട്ടിക്കാരനാ. അന്വേഷിച്ചിടത്തോളം ചെറുക്കന് കുഴപ്പമൊന്നുമില്ല ആചാര്യ. ആയിക്കോട്ടെ, ഒക്കെ പടച്ചോ ഹൈറാക്കും. കല്യാണങ്ങളൊക്കെ കൂടെ നടത്തി തരണ ആചാര്യ. 1,00,000 ഉറുപ്പിയും 40 പവന്റെ പണ്ടോ പറഞ്ഞിരിക്കണ്. 1,00,000 ഉറുപ്പിയും 40 പവന്റെ പണ്ടോ? അപ്പൊ എന്ത് കണ്ടിട്ടാ മെയ്തിട്ടി എത്ര വലിയ സംഖ്യക്ക് ഉറപ്പിച്ചത്? എങ്ങട്ടാ ആചാര്യ നീ കാത്തിക്കണത്? മകക്ക് വയസ്സ് 21 പരിചയമുള്ള ഗൾഫുകാർക്കൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ. ഏതായാലും ശ്രീധനം പോയൊരു പോക്കേ. ഒരു പണിയില്ലാതെ വയന്ന് നടക്കണോനും ചോദിക്കണത് ലക്ഷം. അല്ല മൊയ്തുട്ടിയെ, എന്നാ ഈ ലക്ഷങ്ങളായത്? ഈ പെണ്ണിട്ടുമ്പോ എത്ര വാങ്ങിയത്? എവിടെ ആചാര്യ, ഞാൻ കല്യാണം കഴിക്കുമ്പോ എനിക്ക് കിട്ടിയത് 8,000 ഉറുപ്പിയും 14 പവന്റെ പണ്ടമാണ്. അങ്ങനെ വരട്ടെ. അന്നത്തെ 8,000 ഉറുപ്പ്യ ഉണ്ടാക്കാനും ഇന്നത്തെ 1,00,000 ഉറുപ്പ്യ ഉണ്ടാക്കാനും കഷ്ടപ്പാടം ഒന്നാ. അന്ന് എനക്ക് ശ്രീധനം തരാൻ എന്റെ അമ്മോസാക്ക എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും മെയ്തുട്ടിയെ, എത്ര കണ്ണീര് കുടിച്ചിട്ടുണ്ടാവും. അന്ന് എന്റെ അമ്മോസാക്കാനോട് എനിക്ക് ദയ തോന്നിയോ? ഇല്ല. അപ്പൊ മൂപ്പര അനുഭവിച്ച വേദന ഇരട്ടിയായിട്ട് ഇജ്ജ് അനുഭവിക്കേണ്ടി വരും. ഇത് ഇഞ്ച തീരുമാനമല്ല, പടച്ചോന്റെ നിയമ. ആരാ ആചാര്യ ഇപ്പൊ സ്ത്രീധനം വാങ്ങാത്തോല്? ഞാൻ വാങ്ങിയിട്ടില്ല, എന്റെ മകനും വാങ്ങിയിട്ടില്ല. എന്റെ പെണ്ണുങ്ങൾ ഒരു ഗതിയില്ലാത്ത ഒരു യതീമേനി. എന്റെ മകൻ കെട്ടിയത് ആരെയെന്ന് എനിക്കറിയൂലേ? ഞങ്ങൾക്കതൊരു അബദ്ധമായി എന്ന് തോന്നിയിട്ടില്ല. കാരണം പലർക്കും കിട്ടാത്ത ഒന്ന് ഈ വീട്ടിലുണ്ട്, മനസ്സമാധാനം. ഇജ്ജ് കേട്ടില്ല മൊയ്തു റസൂലിന്റെ വാക്ക്? നിങ്ങളിൽ ആരെങ്കിലും ഒരു സഹോദരന്റെ പ്രയാസം നീക്കിക്കൊടുത്താൽ നാളെ അവന്റെ പ്രയാസം അള്ളാഹു നീക്കിക്കൊടുക്കുമെന്ന്. ഇനി ഇജ്ജ് പറ, എന്റെ പ്രയാസം അള്ള നീക്കി തരുമോ? ഇതിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? കാര്യണ്ട്. എന്റെ ആമക്കളെ കൊണ്ട് സ്ത്രീധനം വാങ്ങാതെ പെണ്ണ് കെട്ടിക്കാൻ ഇജ്ജ് തയ്യാറുണ്ടോ? ആൺമക്കളൊന്നും ഞാൻ പറഞ്ഞാ കേക്കൂല ആചാര്യ. മാണ്ട, ഓല് സ്ത്രീധനം വാങ്ങാതെ പെണ്ണ് കെട്ടാൻ തയ്യാറായാൽ ഇജ്ജ് സമ്മതിക്കുവോ? അത് പിന്നെ അത് ബുദ്ധിമുട്ടാണല്ലേ? മകൾക്ക് 1,00,000 സ്ത്രീധനം കൊടുക്കുമ്പോ മകൻ എങ്ങനെ ഒന്നും കിട്ടാതെ കെട്ടുക? ഒരു തെറ്റിനെ വേറൊരു തെറ്റുകൊണ്ടല്ല തിരുത്തണ്ട്. അപ്പൊ 1,00,000 അങ്ങോട്ട് കൊടുക്കുമ്പോ 1,00,000 ഇങ്ങോട്ടും കിട്ടണ്ട ആചാര്യ. ഞാൻ എന്റെ പേരിൽ കേറി കട്ടാല് ഈ എന്റെ പേരിലും കേറി കട്ടിട്ടാ പകരം വീട്ടല്. ഞാൻ ഇനി എന്താ ചെയ്യണ്ട്? അങ്ങനെ ചോദിക്ക്. എന്റെ കയ്യിൽ സമ്പാദ്യമായിട്ട് എന്തുണ്ട്? അന്നന്നത്തെ ചെലവിനെന്ന് വകലത്ത് ഞാൻ എന്ത് സമ്പാദിക്കാനാ ആചാര്യ? ഈ ഒരു ദിവസം എത്ര സിഗരറ്റ് വലിക്കുന്നുണ്ട്? എത്ര വലിക്കുന്നുണ്ട്? ഒരു പാക്കറ്റ്. ഒരു പാക്കറ്റ് എന്ന് വെച്ചാല് 15 ഉറുപ്പ്യ ഒരു ദിവസം ഇജ്ജ് കത്തിച്ച് തീർക്കുന്നുണ്ട് എന്നർത്ഥം. ഒരു 15 ഉറുപ്പ്യ കാട്ടിയേ 20 ഉറുപ്പ്യ. കത്തിക്ക് കയ്യിലില്ലല്ലേ?
ഇത് തന്നെയല്ലേ ഇജ്ജ് ദിവസവും ചെയ്യണത്. പിന്നെ രാവിലെയും വൈകുന്നേരവും അങ്ങാടിയിൽ നിന്ന് എനിക്ക് ചായ കുടിക്കണം. ഒക്കെ കൂടി ഒരു ദിവസം ഈ അനാവശ്യമായി ചെലവാക്കുന്നത് 10-25 ഉറുപ്പ്യാണ്. എന്ന് വെച്ചാല് 1 കിലോ അരിയും അത്യാവശ്യം പഞ്ചാരിയും ചായപ്പൊടിയും ഉള്ളിയും മുളകും വാങ്ങാനുള്ള കായ്. ഇങ്ങനെ 1 മാസം കൊണ്ട് ഈ കളയണത് 750 ഉറുപ്പ്യ. അതൊരു കൊല്ലത്തിലാണെങ്കിലോ 9000 ഉറുപ്പ്യ. അത് മുഴുവൻ ഈ സിഗരറ്റ് വലിച്ചും മക്കാനിന്ന് ചായ കുടിച്ചും തീർത്തു. എന്നിട്ട് എൻ്റെ മകളെ കെട്ടിച്ചാനായപ്പോൾ ആ ബാധ്യത മുഴുവൻ നാട്ടുകാരെയും ഗൾഫുകാരെയും തലയിലിട്ട് ഇജ്ജ് സ്വഗായി നടക്കുക. കണ്ടമീനില്ലാതെ എനിക്ക് ചോറിറങ്ങൂല. പുറത്തിറങ്ങാൻ ഓട്ടോറിക്ഷ വേണം. ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാല് എനിക്ക് കുറ്റം ബാക്കി. ഞാൻ പറയണില്ലൊന്നും. എന്നിട്ട് 1,40,000 പവനും ഉറപ്പിച്ച് ഓൻ തണ്ടാൻ നടക്കുക. സ്ത്രീധനൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഒരുത്തം വന്നപ്പോ ഓൻ 2ാം കെട്ടുകാരനാണെന്ന് പറഞ്ഞു ഒഴിവാക്കി. ആദ്യത്തെ പെണ്ണ് മരിച്ചിട്ടുള്ള 2ാം കെട്ടല്ലേ. ചെറിയൊരു ഡിമാൻഡായി വേറൊരുത്തം വന്നു. നല്ല ചെറുക്കനായിരുന്നു. അന്ന് എന്താ എന്റെ മോള് പറഞ്ഞത്? ഓനക്ക് കട്ടിവീശല്ലാന്ന്. മെലിഞ്ഞ ആണിനെ എന്റെ വാക്ക് പറ്റൂല. തടിച്ചോനെ പറ്റൂല, കറുത്തോനെ പറ്റൂല, നീണ്ടോനെയും കുറിയോനെയും പറ്റൂല. ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നാ വിചാരിച്ചത്? എന്റെ മോളാരാ ഇവിടുത്തെ കലക്ടറോ? ആദ്യം അവനാന്റെ നിലയും ബലിയും അനുസരിച്ച് ജീവിക്കാൻ പഠിക്കും. അല്ലാതെ വരുന്നവർക്കൊക്കെ ഭാര്യക്കോരി കൊടുക്കാം. ഇവിടെ നോട്ട് കഴിക്കണ മരം ഞാൻ നട്ടിട്ടില്ല. ഞാൻ പോവുക ആചാര്യ. മാനുവോ? ആ മൊയ്തുട്ടി ഇവിടെ വന്നിരുന്നു. ആ ഞാൻ അറിഞ്ഞു. ഓന്റെ കുട്ടിന്റെ കല്യാണം 28-ാം തീയതി. ഞാൻ കൊറേ ചീത്ത അറിഞ്ഞാ ഓനെ വിട്ടത്. ബോധം വരുമോന്ന് നോക്കട്ടെ. ഏതായാലും കല്യാണത്തിന് വേണ്ടി ഒത്താസജ്ജ് ചെയ്തു കൊടുക്കണം. ആയിക്കോട്ടെ. ഞമ്മളെ വകയായിട്ട് 1,5000 ഉറുപ്പിയും കൊടുക്കണം. പെൺകുട്ടികളല്ലേ, എങ്ങനെയും കഴിച്ചിലായി പോട്ടെ. പണ്ടത്തിന് 6 മാസത്തെ അവധി ഞാൻ വാങ്ങിത്തരാം. പണം നിക്കാഹിന്റെ അന്ന് കൊടുക്കണം. ഓൽക്ക് വീട് നന്നാക്കണമെന്നോ കച്ചവടം തുടങ്ങണമെന്നോ ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ഒരു ബന്ധം നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ കിട്ടൂല. അവധി കിട്ടുന്ന കരുതി തൊള്ളെ തോന്നിയ പണ്ടമാണ് ഉറപ്പിക്കാൻ പറ്റൂല. ഇത് കൊടുത്തു വീട്ടേണ്ടത് ഞങ്ങൾ തന്നെയാണ്. നിങ്ങളെ കാണാതെ ആയപ്പോ വരൂലെന്ന് കരുതി. അങ്ങോട്ട് കാര്യം കണ്ണട വെച്ചത് നമ്മളെ പുതിയാപ്പള. ഇത് പെണ്ണിന്റെ ബാപ്പ. ഇത് പെണ്ണിന്റെ ആങ്ങള. അടുക്കളയിലുണ്ടേ ചായ ഉണ്ടാക്കുക. പിന്നെ ആദ്യം പെണ്ണുകാണിൽ അടക്കട്ടെ. ചായ അത് കഴിഞ്ഞിട്ട് മതി എന്നാ മരക്കാര് പറഞ്ഞത്. ഇജ്ജോളൊന്ന് പോയി ഒരുക്കിക്ക ചെല്. നാല് ഔത്തുകൂടെ പോന്നോളി വരി. ആ അടിയല്ലേ ചോദിക്കോളിന്ന് പോയി കണ്ടോളിന്ന്. ആ അല്ല ഇവനെന്തിനാ കൂടെ പോണ്? ഇപ്പോഴത്തെ ഒരു കാലേ ചെറുക്കനെ മാത്രം പെണ്ണിനെ ഇഷ്ടപ്പെട്ടാ പോരാ, ഓന്റെ ചങ്ങായിമാർക്കും പിടിക്കണം. അത് പെണ്ണ് കെട്ടുന്നോന്ന് നട്ടലില്ല. നിന്റെ സുഹൃത്തിനുണ്ടായാലും മതി. ഏതായാലും സീനത്തിന് ഓനക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടം മാത്രം പോരല്ലോ, പറയണ കാശും കൊടുക്കണ്ടേ? അതൊക്കെ ഞാൻ പാകത്തിനാക്കി തരാ. ഇത്ര പെട്ടെന്ന് പുറത്ത് നമുക്കൊന്ന് കാണാനുള്ള അവകാശമല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ പുതിയ ആപ്പിളക്കല്ലേ. അത് ഈ പറഞ്ഞത് വളരെ കറക്റ്റാ. സീനത്തിന് ഓൻ ഇഷ്ടപ്പെടും. വേഗം വാ. മേലിൽ ഇത്രയും വീടുകളിലേക്ക് എന്നെ പെണ്ണ് കണ്ടുകൊണ്ട് വന്നാൽ ചാവിട്ട് എന്റെ ഊരെ ഞാൻ ഓടിക്കും. എന്ത് കുലുമാല ഇപ്പൊ ഇവിടെ ഉണ്ടായത്? ഏതായാലും ഇനി തല്ലുള്ളാതെ തടിയിരിക്കുക, അതപ്പൊ നല്ലത്.
മോളെ എന്താ ഉണ്ടായത്? ആയിഷോ എന്താ ഇവിടെ ഉണ്ടായത്? എന്താ അവിടെ ഉണ്ടായത്? എടി നിന്നോടാ ചോദിച്ചത്. ഞങ്ങളെയൊക്കെ നാണം കെടുത്താൻ മാത്രം എന്താ അവിടെ ഉണ്ടായത്? മാതാപിതാക്കളോടും ആങ്ങളാരോടും പറയാൻ പറ്റാത്തൊരു കാര്യം ആ കോന്തൻ ചെയ്യാൻ ശ്രമിച്ചു. അവന്റെ കാരണത്തിട്ട് 2 അങ്ക് കൊടുത്തു. അത്രേ ചെയ്തുള്ളൂ. ആ വരുന്നതാ ഉമ്മറാക്കാൻ്റെ പോരാ പള്ളാർച്ചും കിട്ടിയിട്ട്. നിർത്ത് അനക്കത് കിട്ടണം കൂർപ്പേ. എൻ്റെ ഏരിയ കയറിയിട്ട് എൻ്റെ കളി. ഉമ്മർട്ടിയാക്കാൻ്റെ കുട്ടിക്ക് പുതിയാപ്പളിന് ഉണ്ടാക്കേണ്ട എൻ്റെ ഡ്യൂട്ടിയാ. അയിലിജി കയറി തലടണ്ട. എടോ ചെയ്യണ പണിക്ക് കുറച്ചൊരു സത്യസന്ധത വേണം. അതെനിക്കില്ല. അത് അനക്കുണ്ടോ? തേച്ചുണ്ട്. എന്തേ? എന്നിട്ടാണല്ലോ പാണ്ടിക്കാട്ടിൽ വന്ന ടീമിനോട് എനിക്ക് കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങിയത്. ആ കാര്യം ഞാൻ മുണ്ടി എൻ്റെ മോന്തക്കിട്ട് ഞാൻ കയറും. കണ്ടോ? ഇത്ര എൻ്റെ ഒക്കെ ധൈര്യമുള്ളൂ. എന്നെ പേടിച്ച് പായണ പാച്ചിൽ കണ്ടില്ലേ? ഇനി എൻ്റെ ഏരിയയിലെങ്ങാനും എന്നെ കണ്ടുകണ്ടേ എൻ്റെ മുട്ടുംകാലിലെ ചേർച്ച ഞാൻ ഉടക്കടോ. ഒന്ന് നിൽക്ക്, ഒരു കാര്യം പറയട്ടെ. പണ്ടൊരു കാര്യം പറഞ്ഞതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലോ. എവിടേക്ക് നോക്കിട്ടാ ഹംക്കൊക്കെ പായണ്? ഏത് ബാപ്പാന്റെ തലയിൽ കഴിച്ച് പണ്ടണ്? സുബ്ഹാനല്ലാഹ് ദാ വരുന്നു. റബ്ബേ കള്ള നായ്ക്കളെ നിങ്ങൾ ഇഞ്ഞൊക്കെ പാടിയാണ്ട് കൊന്നോളിയടാ. മതം പൊട്ടി പായ ആരെയുടെ അങ്ങനെ കിട്ടി തുറന്നു വിട്ട്? ഇങ്ങോട്ടല്ലേ വരണോ പടച്ചോനെ? ഹൈദ്രോസേ, നിന്നെ തല്ലാനല്ല വിളിച്ചത്. അന്ന് ആളറിയാതെയാണ് നിന്നെ തല്ലിയത്. അതിന് പ്രായശ്ചിത്തമായി മുതലാളി കുറച്ച് കാശ് തന്നിട്ടുണ്ട്. അത് തരാനാ വിളിച്ചത്. എന്റെ തടിമാടന്മാരെ, എന്നാ നേരത്തെ പറഞ്ഞൂടേനോ? നിങ്ങൾ കാരനായി മണ്ടിന്റെ ഔത്തർച്ചും പതിരും കലങ്ങി പോയി. പിന്നൊരു സന്തോഷ വാർത്ത. ഇന്നു മുതൽ മുതലാളിയുടെ ആസ്ഥാന ബ്രോക്കറായി ഹൈദ്രോസിനെ നിയമിച്ചതായി മുതലാളി അറിയിച്ചിരിക്കുന്നു. ഇനി മുതൽ ഓരോ കൊല്ലവും മുതലാളിക്കുള്ള വിവാഹാലോചനകൾ നടത്തുന്നത് ഹൈദ്രോസ് ആയിരിക്കും. ഇനി ഹൈദ്രോസ് ചെയ്തു തരേണ്ട ഒരു സുപ്രധാന ജോലി കൂടി ബാക്കിയുണ്ട്. ഞങ്ങളെ പറ്റിച്ചു കിടന്ന ആ മരക്കാരെ എങ്ങനെയെങ്കിലും പാണ്ടിക്കാട്ടൊന്ന് എത്തിച്ചു തരണം. അത് ഞാൻ ഏറ്റു. ഓക്കേ. പിന്നെ എപ്പോഴെങ്കിലും ആളെ മാറി തല്ലാണ്ട ഇങ്ങോട്ട് വന്നോണ്ടി, ഞാൻ ഇവിടെ ഉണ്ടാവും. മുങ്ങി നടക്കല്ലേ? എന്തിനാ നിനക്കറിയില്ലേ? അതെന്ത് വർത്താനം സാധിക്കായി പറയണത്? ഞാൻ എന്നോട് എന്താ പറഞ്ഞത്? കല്യാണം ഉറപ്പിച്ച കാശ് റെഡിന്ന് പറഞ്ഞില്ലേ? പറഞ്ഞേ നീ മറക്കാതിരുന്നാ മതി. നിന്നെ കുറിച്ച് പലതും കേൾക്കുന്നുണ്ട്. എന്ത്?
കള്ളു കുടിച്ച് അടിയുണ്ടാക്കിയെന്ന് ആദ്യം കേട്ടു. പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത മറ്റൊരു വൃത്തികേറിലും നിന്റെ പേര് കേട്ടു. എന്റെ സാധിക്കേ ഈ എന്താണ് ഈ പറയണത്? എന്റെ കൂട്ടുകെട്ടിൽ കുറെ അലവലാദികളുണ്ട്, ശരിയാ. പക്ഷെ ഞാൻ എന്തായാലും വേണ്ടാതരം ചെയ്യോ? ഇടതൊക്കെ ആരോ പറഞ്ഞ് പരത്തുക. നിന്റെ കർമ്മങ്ങൾ നല്ലതായാലും ചീത്തയായാലും അതിന്റെ ഫലം നിനക്ക് അനുഭവിക്കുക, അത് വേറെ വിഷയം. പക്ഷെ എന്റെ പൈസ പഴയ തരിക. പിന്നെയും തുടങ്ങി. പെങ്ങളെ കല്യാണം ഉറപ്പിച്ച തരുന്ന് എത്ര പ്രാവശ്യം പറഞ്ഞ്. ശ്യാബേ, ആ സമയമാകുമ്പോൾ നീ എന്നെ കൈവടിയരുത്. ഞാനാകെ തകർന്നു പോകും. ഒരു രേഖയില്ലാതെയാണ് നിനക്ക് ഞാൻ 20,000 രൂപ തന്നത്. അതുകൊണ്ട് തന്നെ ആ കാശും 16 രൂപ വായ്പയും കൂടി 30,000 ഞാൻ തരുന്നു പറഞ്ഞത്. നീ ധൈര്യമായിട്ട് പോ സാധിക്കേ. ഇക്ക, ആ ഈ കത്ത് കുഞ്ഞാലിയാക്കാൻ്റെ പെരയിലൊന്ന് കൊടുക്കി. എന്നെ കണ്ടാൽ പിന്നെ ഇതിൽ ഈ വഴിക്ക് വരുമല്ലോ. ഞാൻ എൻ്റെ അസിസ്റ്റൻ്റായി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് എനിക്കെന്താടാ മെച്ചം? ജീവിച്ച് പോണ്ടക്ക. 120 സ്പീഡിലാണല്ലോ. എങ്ങട്ടാ മൂട്ടിൽ തീ പിടിച്ച മാതിരി പായണ്? ആ, അന്നെ കണ്ടത് നന്നായി. നമ്മളെ പാറപ്പുറത്തെ ബസീർ ഗൾഫിൽ നിന്നിട്ട് പറഞ്ഞിട്ട് ഓൻ വന്നിട്ട് 4-5 ദിവസമായി. സുബ്ഹാനല്ലാ, കൊണ്ടുവന്നത് മുഴുവപ്പ് തീർന്നിട്ടുണ്ടാവും. അതിനെന്തോ കൊണ്ടുവന്ന്? ആഹാ, ഒന്നും കൊണ്ടുവരാതെ ദുബായിന്ന് വരെ. എന്നാൽ ഓൻ തന്നെ മതിയല്ലോ. ആ പിന്നെ പറ്റ പുടുത്തം മുട്ട ബഷീർ വന്നിട്ട് ആ പാവത്തിന് ചെത്തണ്ട. അതിനാട്ടിയും വലിയ പുടുത്തം മുട്ടാ ഞാൻ പോണേ. കുഞ്ഞലേക്കാ, ആരാത്? അന്നെ കണ്ടിട്ട് കൊറേ ആയി. നമ്മക്ക് വരണമെങ്കിൽ റോഡ് വേണ്ടേ കുഞ്ഞലേക്കാ? അപ്പൊ ഇന്ന് റോഡ് വേണ്ടേ? വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്, വർക്ക്ഷോപ്പിലാ. ആ, ഈ കത്ത് അസീനാക്ക, കുവൈത്ത് നിന്ന് പുതിയാപ്പളൻ്റെ. ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് കാശ് കടന്നു തരണം. ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മുഴുവൻ അനക്കന്നെ തരാം. എൻ്റെ മകക്ക് ഈ കത്തന്നെ വലിയ കിട്ടല. 9 മാസത്തിനടക്കം അയച്ച ആദ്യത്തെ കത്താത്. ചിലപ്പോൾ പണി ശരിയാവാൻ താമസിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാവും വൈകിയത്. ഓൻ്റെ പരിക്ക് കൃത്യമായിട്ട് കത്തെയ്തുണ്ടല്ലോ. അതൊക്കെ ഇനി ശരിയായിക്കോളും. പിന്നെ സാവിറാനെ കാണാൻ ആരോ വന്നിരുന്നു കേട്ടു, ഉറപ്പിച്ചോ? കഴിഞ്ഞ ആഴ്ച മരക്കാർ മൈസൂർ നിർത്തനെ കൊടുന്നിരുന്നു. ഓർക്കും വേണം പണ്ടം പണം. ഏടിനെടുത്ത് കൊടുക്കാനാ? മൈസൂർ കല്യാണമൊക്കെ 100 വട്ടം ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ ഓല അവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയണില്ല. പല പെൺകുട്ടികളും ഇന്നും കണ്ണീര് കുടിക്കുന്നുണ്ട്. നമ്മളെ പൊന്തച്ചോട്ടിലെ ആലിക്കുട്ടിയാക്കാൻ്റെ മകളെ കല്യാണം നടന്ന മൈസൂർക്കായിരുന്നല്ലോ. 7 മാസം കഴിഞ്ഞപ്പോൾ ഓളെ മയ്യത്ത് അങ്ങോട്ട് എത്തിയത്. എന്താ ഏതാന്ന് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ശരിയാണത്. പിന്നെ ഇവിടെ ആകുമ്പം മക്കളെ കണ്ടിരിക്കുന്നതിനും ചെയ്യാലോ. പിന്നെ പെൺകുട്ടികളല്ലേ, എത്ര കാലാന്ന് വെച്ചാൽ ബാപ്പാക്കോലെ നോക്കാൻ പറ്റുക. അതുകൊണ്ടാ ബ്രോക്കർ വന്നപ്പം. ഒരു മൈസൂർ കല്യാണം നടത്തിയ ബ്രോക്കർമാർക്ക് ഭയങ്കര കമ്മീഷനാ കുഞ്ഞാലിയാക്ക. അതിനും വേണ്ടി അവരെന്തൊക്കെ കളികളാ കളിക്കാൻ നിങ്ങൾക്കറിയോ? ഇവിടുന്ന് മൈസൂരിൽ പോയി താമസാക്കിയ മലയാളികളാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. എന്തെങ്കിലും ഏടാകൂടങ്ങൾ ഉണ്ടായ ഓലെ ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടാവുമല്ലോ. സംസാരിച്ചൊന്ന് സമയം പോയതറിഞ്ഞില്ല. ഞാൻ പോട്ടെ കുഞ്ഞാലിയാക്ക. എന്നാ അങ്ങനെ ചെയ്യാം. ആ, ബഷീറിലൂട്ടിയ ഇവിടെ? ആ ഉണ്ട്, വിളിക്കാം. പസർമുള്ള ജാതിയാണല്ലോ. അല്ല, ആരപ്പത്? 4 ദിവസമായിട്ടും കാണാത്തോണ്ട് ഞാൻ കരുതി ആള് കാലിയായി പോയിട്ടുണ്ടാവുന്നേ. അറിയണ്ടേ? ജി വന്ന വിവരം അറിയണേ ഞാനിപ്പോളാ. കേട്ടപ്പം വണ്ടിയതാ ഞാൻ ഇങ്ങോട്ട്. അതുപോട്ടെ, എന്തൊക്കെയുണ്ട് ഹൈദ്രസ് ഖാന്റെ വിശേഷങ്ങൾ? ഞമ്മക്കെന്ത് വിശേഷാ മോനെ? പെണ്ണുങ്ങൾ ആനപ്പേർ പോലെ തലങ്ങും വിലങ്ങും പെറ്റുകൂട്ടുക. ഒക്കെ കൂടി പെത്തിരുന്നുണ്ട് എന്നുള്ള എനിക്ക് തന്നെ അറിയില്ല. ഐറ്റിങ്ങൾക്കൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ?
ഞമ്മക്കതിന് വയ്യുണ്ടോ? അതുകൊണ്ട് പീടിയെന്ന് അങ്ങനെ കടം വാങ്ങണ്. ഒരു മാസം 3000 റുപ്യ പറ്റ് വരും. ഞാനൊരാൾ പാഞ്ഞ് നടന്നിട്ട് വേണ്ട കടമ്പ് കിട്ടാൻ. എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3000 റുപ്യ എടുത്ത് തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എൻ്റെ കെട്ടിയൊക്കെ ഒരു നിർബന്ധം, ഓള് തുണി കൊടുക്കണില്ലാന്ന്. ഓക്കൊരു സാരി വേണമല്ലോ. ഏടുന്നപ്പോൾ ഞാനൊക്കെ സാരി വാങ്ങി കൊടുക്കുക. എന്നോട് പറഞ്ഞാൽ പറ്റി 2 സാരിയൊക്കെ എനിക്ക് തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റൂല. പിന്നെ പോരാണെങ്കിൽ ചോറ് നൊലിച്ചിട്ട് വയ്യ. ചോറ് വെച്ചാൽ കഞ്ഞായിട്ടാണ് കുടിക്കൽ. എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പയറിങ്ങിനുള്ള ഓടും മരമൊക്കെ വാങ്ങിത്തരും. പക്ഷേ നമുക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. പിന്നെ കുട്ടിയൊക്കെ മുഴുവനോ നിർബന്ധം ഞാൻ ദുബായി പോകണമെന്ന്. ഐറ്റിങ്ങൾക്ക് വിവരം ഉണ്ടോ? ഇവിടുന്ന് ബേപ്പൂര് പോയി വരുന്ന മാതിരിയാണ് ദുബായ്. വിസ വേണ്ടേ? വിസ എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിസയൊക്കെ നേരാക്കി തരും. പക്ഷേ എനിക്കതെന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റൂല. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ഈ ബസീർ ഒരു കേരുമ്പോട്ടാൻ തന്നെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഭാര്യ കോരി അങ്ങോട്ട് കൊടുക്കും. എന്നാ ഓനൊക്കെ ഇനി ബുദ്ധി ഓർക്കുക. ഒന്നുമില്ല ഇവിടെ, കൊണ്ടുവന്നൊക്കെ തീർന്നു. കുറച്ച് നേരത്തെ വരണ്ടേ? അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്ന്. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ച് വാങ്ങാന്ന് പറഞ്ഞാൽ എൻ്റെ തടിമൊന്നൊരു കണ്ടാട് പോണ മാതിരിയാ. ഞമ്മക്കെന്നാ പിന്നെ കാണാം. ഏരപ്പാന് എൻ്റെ ബാപ്പ കൊണ്ട് കൊടുക്കുക പെന്നും തീപ്പെട്ടി. ഒരുത്തൻ ദുബായിൽ നിന്ന് വന്നാണല്ലോ. മനുഷ്യനായ കുറച്ചൊരു ഉൾപ്പ് വേണം ചങ്ങായി. എൻ്റെ ജീവിതത്തിലൊരു ഉപകാരം കിട്ടാത്ത സാധന പെന്ന്. അന്നൊക്കെ ദുബായി പറഞ്ഞ ചവിട്ടണോ? എന്റെ മോൾ അങ്ങോട്ട് അയക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്റെ ശരീരത്തിൽ റൂഹുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇഞ്ഞിന്നെ കിട്ടൂല. എന്താ നോക്കിക്കണേ? ഇപ്പൊ 2 കൂട്ടരും കൂടി ഒരു പെൺകുട്ടിന്റെ ജീവിതം വെച്ചാ കളിക്കണത്. ആ കുട്ടിക്ക് ഓൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് കാര്യം തീർത്തു കൊടുക്കലല്ലേ നല്ലതാജിയരെ? തലാക്ക് ചൊല്ലണത് മാപ്പിളയല്ലേ, ഞാനല്ലല്ലോ. എന്റെ മകനെന്ന നിലക്ക് പലതവണ ഞാൻ അവനോട് പറഞ്ഞു നോക്കിക്കണ്. നിങ്ങൾ പറഞ്ഞില്ലേ, എന്നിട്ടിപ്പോ എന്തായി? അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയണത്. നിങ്ങള് ഓളെ എന്റെ കുടിക്കല് പറഞ്ഞാക്കി. മറുപടി പറയേണ്ടത് നിങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ ഓലെ കൂടെ പോകേണ്ടത് ഞാനല്ലല്ലോ, എന്റെ മകളല്ലേ. കൊന്നാലും ഓന്റെ കൂടെ പോകാൻ പറ്റൂല എന്ന് അവള് പറയാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യാ? പിന്നെ ഓനോളെ തൊലാക്ക് അല്ലാത്തത് സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ. ഓന് പ്രതികാരം ചെയ്യണം, അത്രേ ഉള്ളൂ. നിങ്ങളെ മകൻ വേറെ പെണ്ണിട്ടാൻ നോക്കണുണ്ട് എന്ന് കേട്ടു. അത് ശരിയാണോ? 1.5 കൊല്ലായി ഭാര്യയായിട്ട് അകന്നിക്കുമ്പോ ആരാ പെണ്ണിട്ടാ താചാരെ? അത് ശരിയാ. ഓൻക്ക് പെണ്ണിട്ടാൻ തടസ്സല്ല. എന്നാല് ഈ പെൺകുട്ടിനെ ഓൻ തലാക്കിയല്ലാതെ വേറെ കെട്ടിക്കാൻ പറ്റുമോ? അപ്പൊ ആ കുട്ടി കാലാകാലം അങ്ങനെ കഴിഞ്ഞോട്ടേന്ന് അല്ലേ? ഇതിനൊക്കെ മറുപടി പറയേണ്ട രീതി എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അതുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഞങ്ങള് പോവാ. എന്റെ മോൾക്കൊരു ഭാവി ഇല്ലാതെ ആയി പോയി. ഈ എന്നല്ലേ എന്റെ മോളെ ഭാവി തകർത്തത്? ഈ കല്യാണം ആലോചിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ ഓ കള്ളുടിയനാണ്. അപ്പൊ ഈ പറഞ്ഞ് അതൊക്കെ മോള് മാറ്റിയെടുക്കൂന്ന്. ഇപ്പൊ മാറ്റിയെടുത്തില്ലേ? എന്റെ കണ്ണ് ഓല സ്വത്തിലേനി. അതെനിക്ക് നല്ലോണം അറിയാം. നല്ലോരതവും ചിട്ടിയുള്ള പെൺകുട്ടിനെ ഒരു താന്തോന്നിനെ കൊണ്ട് കെട്ടിച്ച എന്നെ കുറ്റിച്ചൂലില് മൂത്രം മുക്കി തല്ലണം. എന്നിട്ടിപ്പ എന്തായി? ഓളിയിലുള്ളതൊക്കെ പറിച്ചു വിറ്റ് ഓ കുടിച്ചു തീർത്തു. ഇപ്പൊ പറമ്പിന്റെ ഒരു തല വിൽക്കാൻ തുടങ്ങിയെന്നാ കേക്കണത്. ചേക്കുട്ടിയാജിന്റെ മകനെ കൊണ്ട് എന്റെ മകളെ കെട്ടിച്ചുമ്പോ
എനിക്ക് വലിയ അന്തസ്സേനി. ഓല് വലിയ തറവാട്ടുകാരാണല്ലോ. ചേക്കുട്ടിയാജിനെ പറ്റി അജ്ജി ചിന്തിച്ചുള്ളൂ, മൂപ്പര മകനെ പറ്റി ചിന്തിച്ചില്ല. ബാപ്പ നല്ലോനായിരിക്കുന്നു കരുതി മക്കള് നന്നായിക്കൊള്ളുന്നില്ല. ശവത്തല് കുത്തല്ലേ ആചാരെ, ഒക്കെ എന്റെ തെറ്റാ. ഞാൻ തറവാട് മുതലും തെരഞ്ഞു നടന്നു, എന്റെ കുട്ടീനെ മറന്നു. എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മക്കളെ സന്തോഷാ നമുക്ക് വലുത്. സമ്പത്ത് കൊണ്ടും തറവാട് കൊണ്ടും മാത്രം അത് കിട്ടൂല. ദീനിബോധവും പടച്ചോനെ പേടിയില്ലാത്ത ഒരുത്തന് മകളെ കെട്ടിച്ചു കൊടുത്താൽ ഒരു തലമുറയാണ് നശിച്ചു പോവുക. അതിന് പടച്ചോനോട് സമാധാനം പറയേണ്ടി വരുന്നതേ കെട്ടിച്ചു കൊടുത്തോന. വിഷമിക്കണ്ട, ഓക്കോനെ മാണ്ടാന്ന് തീർത്ത് പറഞ്ഞ സ്ഥിതിക്ക് തലാക്കും ചോദിച്ചു ഓന്റെ പിന്നാലെ നടക്കണ്ട. ഇതുപോലത്തെ താന്തോന്നിയാളെ ഒതുക്കാൻ ദീനുൽ ഇസ്ലാമിൽ വേറെയും പറ്റുണ്ട്. പറഞ്ഞു രാജാരെ, പറഞ്ഞേ. ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കുക. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ ഒഴിവാക്കാനുള്ള അധികാരം ഇസ്ലാമിലുണ്ട് എന്നോ? ഉണ്ട്, പക്ഷേ അതിന്റെ പേര് തലാക്ക് എന്നല്ല, ഹുൽഅ. ബാക്കി പറഞ്ഞു രാജാരെ. ഓൻ തന്ന മെഹർ തിരിച്ചു കൊടുക്കുക, എന്നിട്ട് ഓനോട് തലാക്ക് ചോദിക്കുക. എന്നാലും ഓൻ വഴങ്ങൂല. അന്നേരം നമുക്ക് കാളിയേറെ സാന്നിധ്യത്തിൽ പോയി ഓനായിട്ടുള്ള ഇടപാട് മുറിക്കുക. അതോടുകൂടി ഓള് സ്വതന്ത്രമായി. അൽഹംദുലില്ലാ, സന്തോഷായി ആചാരെ, പെരുത്ത് സന്തോഷായി. അല്ല വാപ്പേ, ഈ ലോകത്ത് 10,000 കണക്കിന് നല്ല നല്ല പേരുണ്ടല്ലോ. എന്നിട്ട് എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ച പേരാ മമ്മദ്. അല്ല, മെൻസന്മാരുടെ ഇറങ്ങിയെടുക്കാൻ വയ്യാതായി. അതിന്റെ വല്യാപ്പാന്റെ പേരാ. എന്നാ പിന്നെ വല്യമ്മാന്റെ പേരിട്ടൂടേനു, തായ്യമ്മ. വല്ല ചൈനക്കാരാണെങ്കിലും വിചാരിച്ചോളൂ. അനക്ക് ഞാനേ അഷേഖ് അബ്ദുറഹ്മാൻ അൽബക്കാനി അൽ ഖാദിന്ന് പേര് തരാം. ഇത് നന്നാവോ? എടോ ചെങ്ങായി, പേരിലൊന്നും വലിയ കാര്യമല്ല. ജീവിക്കാൻ പഠിക്കണം. എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്നെ തല വെച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയണേ കേക്ക്, ജി എൻ്റെ കൂടെ നിൽക്ക്. അതൊന്നും ഒരു അന്തസ്സുള്ള പണിയല്ല അപ്പേ. ജി എത്രാം ക്ലാസ് വരെ പഠിച്ചാണ്? 7ാം ക്ലാസ് വരെ. സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിൻ്റെ ഒഴിവുണ്ട്. ആ പണി പറ്റും എനിക്ക്? ഊതിയതല്ലേ? അല്ല, മാന്തിയതാ. ഈ കൊല തൊടാൻ നേരം തളപ്പാർക്കരുത്. നിന്റെ കാലശേഷം ഈ മക്കളെ മുഴുവൻ പോറ്റുണ്ടാക്കേണ്ടി ഇജ്ജാ. പഠിച്ചമ്പരാനേ, അതിനൊന്നല്ലേ ക്യാമത്ത് നാൾ വേഗം ഇങ്ങോട്ട് വരിക. ഈ അതും ഇതും പറഞ്ഞിക്കാതെ എൻ്റെ പണിക്ക് ഇങ്ങോട്ട് ഇറങ്ങ്. അതെനിക്ക് പറ്റുമോ? അതിന് നിങ്ങളെ പണിൻ്റെ ABCD എനിക്കറിയില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അതായത് സ്നേഹം, ദയ, കാരുണ്യം, അനുകമ്പ, കുറ്റബോധം, ഇതൊക്കെ എനിക്ക് ഉണ്ടോ? ഓ, അതൊക്കെ എനിക്ക് നല്ലോണം ഉണ്ട്. ആഹാ, ഇന്നത്തോടു കൂടി അതൊന്നും വേണ്ട. പിന്നെ തരം കിട്ടിയാൽ നോക്കി നല്ല നോണ പറയണം. അതെനിക്ക് പാരമ്പര്യമായി കിട്ടിയ ഗുണമല്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എനിക്ക് ജോലിക്കുള്ള സർട്ടിഫിക്കറ്റായി. ഇനി ട്രെയിനിങ്, അതായത് ആളുകളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും നമ്മൾ മണത്തറിയണം. ഉദാഹരണമായി, ഒരുത്തൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഓനൊരു പറമ്പ് വേണ്ടി വരും. അതുപോലെ ഒരു പുരയിലെ 5 പെണ്ണ് കെട്ടി മക്കളുണ്ടായാൽ ഉടനെ ഏട്ടന് ഒരു പുര വേണ്ടി വരും. തീർന്നോ? തീരെ. എടോ, ഈ രംഗത്തുള്ള അറിവ് കടൽ പോലെ പരന്ന് കിടക്കുക. അതിൽ നിന്നൊരു ടീസ്പൂണേ എനിക്ക് തന്നെ കിട്ടിയുള്ളൂ. എന്നിട്ട് തന്നെ എൻ്റെ അറിവ് എത്ര ഉണ്ട്? എന്നാ ബാക്കി പറയ്. ഒരു സാധാരണക്കാരൻ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചാൽ ഓൻ്റെ പറമ്പിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ വീടും കൂടി മൊത്തം വെക്കും നമ്മൾ മനസ്സിലാക്കണം. നമ്മളവിടെ പാഞ്ഞെത്തണം. കല്യാണ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. പെണ്ണ് കെട്ടാത്ത ചെറുപ്പക്കാരെ കണ്ടാൽ എനിക്ക് ഞാൻ 50 വാങ്ങിത്തരാം, എനിക്ക് ഞാൻ 75 100 വാങ്ങിത്തരാം, എനിക്ക് ഞാനൊരു ലച്ചും കാറും വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഓലെ കോതിപ്പിക്കണം. കിട്ടാൻ പോണ പണ്ടത്തിൻ്റെയും പണത്തിൻ്റെയും കണക്ക് പറഞ്ഞ് ഓലെ തന്തമാരങ്ങോട്ട് മയക്കണം. അതുപോലെ ഈ പ്രദേശത്തുള്ള മുഴുവൻ വീട്ടിലെയും മുഴുവൻ കാര്യങ്ങളും നമ്മളെ ഡയറി വേണം. കല്യാണം നടന്നാലും മുടങ്ങിയാലും നമുക്ക് കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് വാങ്ങണം. മറ്റു ബ്രോക്കർമാരെ കച്ചവടത്ത് പൂയി വാരിടണം.
അവർ ഫോൺ ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒളിഞ്ഞിന്ന് കേൾക്കണം. ആവൂ, ഇത്ര മാത്രം അറിവ് എൻ്റെ വാപ്പക്കുണ്ടെന്ന് ഞാൻ അറിയാതെ പോയി. എന്നോട് ക്ഷമിക്കണം വാപ്പേ. ഇന്ന് മുതൽ നമ്മളൊന്നാ. എൻ്റെ ഡ്യൂട്ടി സ്ഥലം പോയൻ്റെ അക്കരെ. അവിടെ ഇതുവരെ എൻ്റെ കണ്ണെത്തിയില്ല. ദേ ആ ഓക്കെ, ഇത് ഞാൻ ഏറ്റു. ഇപ്പോഴത്തെ കാലത്ത് മക്കളൊക്കെ ഒരു പണി കയറി കാണാന്നുള്ളത് ഏതൊരു ബാപ്പാൻ്റെയും പൂതിയാ. എന്നാലും എൻ്റെ മകന് ഇത്ര വേഗം ഒരു പണി കിട്ടുമെന്ന് ഞാൻ തന്നെ കരുതിയില്ല. ഇതാരാത്? ഒരുപാട് വലിപ്പം വെച്ചിട്ടല്ലോടാ. പെണ്ണെട്ടാളെ പ്രായമായിന്. ഒന്ന് കെട്ടിക്കാളേ, 100 വാങ്ങി തരാ. എന്താടാ ഉണ്ടന്മാരി ഒന്നും പെണ്ണിട്ടുന്ന കാര്യത്തിൽ ഒരു സുസ്കാന്തി ഇല്ലാന്ന്. എന്താ ചെയ്യ എങ്ങനെയാണെങ്കിൽ? ബ്രോക്കർമാരാരെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ മാളുവിന്റെ കാര്യം ഓലങ്ങട്ട് ഏൽപ്പിക്കേനി. ഏടുന്നപ്പ വർത്താനം കേൾക്കണേ? ഞമ്മ പറ്റിയ കാര്യാണല്ലേ. മരുന്നൊക്കെ ഈ വെറുതെ കുടിക്കാണ് കുഞ്ഞാമിന. അതുകൊണ്ടൊന്നും എൻ്റെ സോക്കട് മാറൂല. എങ്ങനെ മാറുക? ഏത് നേരം മാളുവോ മാളുവോ എന്നുള്ളൊരു വിചാരമല്ല എനിക്കുള്ളൂ. ഞാൻ കുഴങ്ങി കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിൻ്റെ വെള്ളം തരാൻ എനിക്ക് ഒഴിവില്ല. അപ്പോഴും ഈ മാളുവിൻ്റെ ചൊറുക്കും നോക്കി അങ്ങനെ കുത്തിരിക്കും. എന്നാ ഈ ഗുളിക അങ്ങോട്ട് കുടിക്ക്. ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കണ്. ഈ അതിന് മുടക്ക് പറയരുത് കുഞ്ഞാമിന. നിങ്ങൾ പറയുന്നു മാളുവിനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുക. അതന്നെ. ഓളെ നല്ലോണം സ്നേഹിക്കണ തിന്നാൻ കൊടുക്കണവർക്ക് കൊടുക്കുള്ളൂ. കണ്ട അറിവാർക്കും കന്നൂട്ടുകാർക്കും ഒന്നും കൊടുക്കൂല. എന്താ അനക്ക് സമ്മതല്ലേ? ഇഷ്ടം പോലെ ചെയ്തോളി, ഞാനൊന്നും പറയണില്ല. ഇനി മുതൽ അനക്ക് ഞാനും എനിക്ക് ഇയും മതി. മാള് പോട്ടെ. ആരാത്? ആരാ? ഞാൻ മമ്മദ്, പോയൻ്റെ അക്കരേന്നാ. ഐദ്രോസിനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടാലും ഇല്ലെങ്കിലും മൂപ്പര മോനാ ഞാൻ. നിങ്ങൾ അകത്തുനിന്ന് മാളുവിന്റെ കാര്യം പറയണതൊക്കെ ഞാൻ കേട്ട്. നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെ മാളുവിനൊരാളും കൊണ്ട് ഞാൻ നാളെ തന്നെ വരും. പിന്നെ അതെ, നിങ്ങളൊന്നും പറയണ്ട. ഇത് മമ്മ നേറ്റു. എടോ പിന്നെ അല്ല ആചാരന്റെ ഈ വൈക്ക് ഒന്ന് കേറിക്കാമ്പുള്ള സൗകര്യമില്ല ആചാരെ. അബോക്കരെ, എൻ്റെ മകൻ കുവൈത്തുനിന്ന് ഈ കുഞ്ഞാലിൻ്റെ മോക്ക്, അതായത് എൻ്റെ മരുവക്ക് അയച്ച കത്താത്. ഓളെ തലാക്കി എല്ലിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത. ഇതിനെപ്പറ്റി എനക്കെന്താ പറയാനുള്ളത്? മക്കൾക്ക് തലയിരിഞ്ഞാല് എന്താ ആചാരം നമ്മൾ ചെയ്യാ? ഈ വിവരം ഈ അറിഞ്ഞിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അറിഞ്ഞിക്കണ്. ഈ തീരുമാനം എൻ്റെ മകൻ്റെതാണോ അതോ എൻ്റെതാണോ? അതെന്താ ആചാരെ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? കാരണമുണ്ട്. ഈ കല്യാണം നടത്തി കൊടുത്തത് ഞാനാ. അതുകൊണ്ട് തന്നെ എന്ത് തെറ്റിൻ്റെ പേരിലാ ഓളെ തലാക്കിയല്ലേത് എന്ന് എനിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ആചാരെ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇഞ്ച മകൻ കുവൈത്തിലാ. മാസം 25,000 രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാ. ഓന്റെ നിലക്കും വിലക്കും പറ്റുന്ന പെണ്ണല്ല ഇപ്പൊ ഓന്റെ കൂടെ ഉള്ളത്. നിർത്തടാ. എന്നേ എനിക്ക് ഈ നെലിയും വിലയൊക്കെ ഉണ്ടായത്? കൈക്ക് കുറച്ച് നോട്ട് വരാൻ തുടങ്ങിയപ്പോ ഇജ് കഴിഞ്ഞതൊക്കെ മറന്നൂലേ? അന്തല്ലാത്ത എന്റെ പെണ്ണുങ്ങൾ മന്ദിരിച്ചു തരുന്നതനുസരിച്ച് തുള്ളാനേ എന്നെ കൊണ്ട് കയ്യുള്ളൂന്ന് എനിക്കറിയാം. അടുത്ത കാലത്ത് എനിക്ക് കുറച്ച് അനുഗ്രഹം തന്ന അള്ളാനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ്, എന്റെ മകൻ മടങ്ങി വന്ന് നെലിയും വിലയുള്ള ഒരു പെണ്ണിനെ കെട്ടി ഈ ബംഗ്ലാവിൽ സുഖിച്ച് കഴിയാൻ റബ്ബ് തൗഫീക്ക് നൽകൂല. എന്താച്ചാല് യാതൊരു കാരണമല്ലാതെ തലാക്ക് ചൊല്ലപ്പെട്ട ഒരു പെണ്ണിന്റെ കണ്ണീര് എനക്കും എന്റെ മോനും എന്നെന്നും ഒരു ശാപായിട്ട് ബാക്കിയുണ്ടാവും. ക്ഷമിക്കിഞ്ച കുഞ്ഞാലിയെ, എല്ലാം പഠിച്ചവൻ കാണുന്നുണ്ട്. ഇതൊക്കെ ഓരോരോ പരീക്ഷണങ്ങളാ. അല്ലെങ്കിലും ചില മനുഷ്യന്മാർക്ക് പോത്തിന്റെ ബുദ്ധിയും കൂടി ഇല്ല. ചില കാര്യങ്ങൾ പറഞ്ഞു പരത്തി കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കാൻ ഒരു ഉളുപ്പൂല ചെറുപ്പക്കാർക്ക്. അതേസമയം മാനസിക രോഗമുള്ള
കുട്ടികളുണ്ടാകാത്ത നിത്യരോഗികളായ പെണ്ണുങ്ങളെ ശുശ്രൂഷിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന എത്ര നല്ല ആണുങ്ങളുണ്ട് നമ്മളെ ഇടയിൽ കൂടെ. അങ്ങനത്തെ ആൾക്കാരുടെ ഇടയിലാ ഉമ്മക്കും ബാപ്പക്കും ഇഷ്ടമല്ല, പെങ്ങന്മാർക്കും ഇഷ്ടമല്ല, ചോറ് വിളമ്പി തന്നില്ല, അരപ്പവൻ കുറഞ്ഞു പോയി, തക്കാരത്തിന് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കണത്. അങ്ങനെയൊക്കെ ആണെങ്കിലും പാപ്പമാർക്ക് മക്കളെ തിരിച്ചു കിട്ടുമല്ലോ. നമുക്കോ കത്തിക്കരിഞ്ഞ ഒരു ജനം, അല്ലെങ്കിൽ തൂങ്ങിച്ചത്ത ഒരു ശവം. മാളോ നല്ലോണം കുടിച്ചോ. എന്നെ കാണാന്ന് ചില ആളുകളൊക്കെ വരും, ഇഷ്ടപ്പെട്ട കൊണ്ടുപോകും ചെയ്യും. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, കുഞ്ഞാമിനൊക്കെ സുഖമില്ലാത്തോണ്ടാ. അനക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്. ഇജ് എവിടെ പോയാലും അനക്ക് നല്ലതേ വരുള്ളൂ. 60 പേർക്ക് ഏതായാലും ഞങ്ങൾ എന്നെ കൊടുക്കൂല. എന്നാ പോരാ എനിക്ക്. ഇതെന്താ പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞാൽ ഒരു മറുപടി ഇല്ലാത്തത്? ഇതന്നല്ല പോരാ മമ്മദ്? തന്നെ ആ ഞങ്ങള് മാളുവിനെ കാണാൻ വന്നോലാ. ഓർമ്മല്ലേ? ആ കാതിറാക്ക അവിടെ അല്ലേ? ആ ഉണ്ട്, അകത്തേക്ക് കയറിയിരിക്കേ. ഒരു കാര്യം ആദ്യം തന്നെ പറയാണ്, നമ്മളെ മാളൂനെ ഇന്ന് വരെ നമ്മൾ തച്ചിട്ടില്ല, പട്ടിണി കിട്ടിട്ടുമില്ല. പള്ള നിറച്ചും തിന്നാൻ കൊടുക്കും. ഇപ്പറഞ്ഞ മാതിരിയൊക്കെ നിങ്ങളും ചെയ്യുന്ന ഉറപ്പ് തന്നാലേ നമ്മളെ പെണ്ണുങ്ങൾ ഈ ഇടപാടിന് സമ്മതിക്കുള്ളൂ. അതൊക്കെ പ്രത്യേകം പറയണോ? ഏക്കറ കണക്കിന് പാടും കൃഷിയുള്ളോല ഓല്. അപ്പം നമ്മളെ മാളു പട്ടിണി കിടക്കേണ്ടി വരില്ല. ഇതിനു മുമ്പ് 2-3 60 വന്നിരുന്നു. അവർക്ക് നമ്മൾ ഏതായാലും കൊടുക്കൂല. നിങ്ങളെ കണ്ടിട്ട് തറവാട്ടരെന്നാ തോന്നണത്. അല്ല, നമ്മളെ കാശിന്റെ കാര്യമൊക്കെ എങ്ങനെ? പണ്ടും പണിയൊക്കെ പിന്നെയും പറഞ്ഞ പോരെ. ആദ്യം പെണ്ണ് കാണൽ അങ്ങനെ നടക്കട്ടെ. ആ പെണ്ണ് കാണല്, ഈ നല്ലൊരു തമാശക്കാരനാന്ന് തോന്നണല്ലോ. ആ ഓൻ ഭയങ്കര തമാശക്കാരനാ. എന്റെ മോനാ. ചിലപ്പോ അവന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചിരിച്ച് പൂതിട്ടോ. എന്നാ പിന്നെ എല്ലാരും എന്റെ കൂടെ പോന്നോളി. ആ എല്ലാരും പോരി. അല്ല, പുറത്തുനിന്നാ പെണ്ണ് കാണല്? ഐദ്രോസേ ഇവിടെ വാ. പുറത്തുനിന്നാടോ പെണ്ണ് കാണല്? ആ ആയി ചിലപ്പോ നല്ല വെളിച്ചത്തുനിന്ന് കാണാനായിരിക്കും. നിങ്ങൾ വരീന്ന് വര്. ഓരോ പുതുമുള്ള പെണ്ണ് കാണല് കാലം പോയ പോക്കേ. പെണ്ണിനകത്തുനിന്ന് കണ്ടാ പോരെ. ആ ഈയും വലിയ തമാശക്കാരനല്ലേ, ഇങ്ങോട്ട് ബെരിന്ന് ബെരി. ആ നിക്കി, ഒരു കഷ്ണം കയറെടുക്കട്ടെ. കയറോ? ഇതെന്തൊരു പുതുമ പഠിച്ചോനെ. പെണ്ണ് കാണാൻ എന്തിനാ ഇദ്രോസേ കയറ്? ആ അതെ, ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര നാണാ, വിളിച്ചാ വരൂല. അപ്പൊ കയറിട്ട് വലിച്ചുകൊണ്ട് വരാനായിരിക്കും. അല്ല വാപ്പി, ചില പെണ്ണുങ്ങളെ പുതിയാപ്പിളിനെ കാണുമ്പോ മണ്ടിയാളു ഓലെ പിടിച്ച് കെട്ടിടാൻ വേണ്ടിട്ടായിരുന്നു. അല്ല, എനിക്കറിയാത്തോണ്ട് ചോദിക്കുക, നമ്മൾ പെണ്ണ് കാണാനോ വന്നത് അതോ പോത്ത് വാങ്ങാനോ? ജി സബൂറാഗ്. മാളുവിനെ കണ്ടാല് ജി ഇപ്പം നിക്കാ വെച്ചുണ്ടോണെന്ന് പറയും. അമ്മ അതിൽ സാധന. നിങ്ങൾ കണ്ടീണോ? കണ്ടീണോന്നോ? നല്ല ചോദ്യം. വരി. അല്ല, ഇവിടുന്നാ പെണ്ണ് കണ്ണ്?
പെണ്ണ് കാണേ? എന്തൊക്കെ നിങ്ങൾ ഈ പറയണേ? അപ്പം മാളൂനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ നമ്മളെ മാളു. മമ്മതേ അന്റെ തടിജി കാത്തോ. മോളെ ഇവിടെ ഒത്തുണ്ടായി കടത്തിക്ക. ആ എന്തായി? വിവരം വല്ലതും കിട്ടിയോ? ഒരു വിവരമില്ല ഗോപാല. എന്താണിപ്പോ നീ ചെയ്യ? നേരാണെങ്കി 12 മണിയായി. എനിക്കാണെങ്കി ആപ്പാടെ ബേജാറാണ്. നിങ്ങൾ ബേജാറാവല്ലേ, ഓൻ വരും. ചിലപ്പോ അവന് ദൂരേക്ക് വല്ല ട്രിപ്പും കിട്ടിയിട്ടുണ്ടാവോ? എത്ര വലിയ ട്രിപ്പാണെങ്കിലും ഓ നേരത്തെ ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ഇവിടുന്ന് പോലുള്ളൂ. വരാൻ പറ്റൂലെങ്കിൽ ഓ ഫോൺ ചെയ്ത് പറയും. ഇതിപ്പോ രണ്ടുമില്ല, ആകെ കൂടി മനസ്സിൽ ബേജാറ്. റിയാസ് എവിടെ പോയി? ഓനോ? ഓ പള്ളറച്ച് ചോറുന്ന് പോത്തിനെ പോലെ കടന്നുറങ്ങണതാ. അപ്പോഴേ നിങ്ങൾ എണീക്ക്, നമുക്ക് ആ ബൂത്തിലോട്ട് പോയിട്ട് ഹാജിയാർക്ക് ഫോൺ ചെയ്യാം. ഹാജിയാർ എന്തെങ്കിലും വഴി കാണാണ്ടിരിക്കൂല. ഈ സമയത്ത് ബൂത്ത് തുറക്കോ ഗോപാല? 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ബൂത്തുകളില്ലേ? ആ അത് നേരാ. ആയിഷോ ഇഞ്ച കുപ്പായ എടുത്താ. മോനെ ഈ വീട്ടിൽ പോയിക്കോ. വീട്ടിലെ അമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ. ആ ചെല്ല്. ആയിഷോ നിങ്ങൾ വാലടിച്ച് കടന്നോളി, ഞങ്ങൾ വന്നിട്ട് വിളിക്കാം. നടക്കി. ആയിഷോ വാലറക്ക്. ഇരിക്കു ഗോപാല. നെയ്യൾപ്പേക്കോ ഗോപാല, നേരെ 1 മണിയായില്ലേ. നിങ്ങൾ ആദ്യം അകത്ത് കയറി വാതിലടയ്ക്ക്, എന്നാലേ ഗോപാലൻ പോവുള്ളൂ. എങ്ങനെ ഗോപാല ഞാൻ ഉറങ്ങ? എന്നാ നേരം വെളുക്കുന്നവരെ നമുക്ക് ഇരിക്കാം. ഇങ്ങോട്ട് കേറി ഇരിക്കാചാരേ. എന്തിനാ പാചകങ്ങൾ ഈ അന്തിപ്പായരാക്കേണ്ടി പോന്നത്? അതൊരു വിഷയമല്ല, സംഗതിയല്ല മറേ. ഈ ഇങ്ങനെ കുത്തിരുന്നത് കൊണ്ട് കാര്യമല്ല. ഓൻ വരുമോ നോക്കുക, ഇല്ലെങ്കിൽ രാവിലെ അന്വേഷിക്കാം. ഓൻ ഒരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ, ഒരു ആൺകുട്ടിയല്ലേ. എന്നാ ഓനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ വരൂലാന്ന്? എങ്ങട്ട്? ഇവിടെ ഫോണുണ്ടോ? ആരാൻ്റെ പേരേക്ക് അന്തിപ്പാതിരക്ക് ആരെങ്കിലും വിളിച്ചു പറയോ? പ്രത്യേകിച്ചും സാദിക്ക്. ഫാറൂഖ് ആണെങ്കിൽ രാത്രി വണ്ടിക്ക് തിരുവനന്തപുരത്തേക്ക് പോയതാ. മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടണമില്ല. ഒന്നുകൂടി നോക്കട്ടെ. ജാത്ത് കയറി കടന്നമ്മറേ ചെല്ല്, എന്നിട്ടേ ഞാൻ പോണുള്ളൂ. കുറെ നേരമായി ഇത് തന്നെ ഞാനും പറയുന്നു. കയറി വാതിലടച്ച. ആ ഞാൻ ലൈറ്റ് ഓഫ് ആക്കി. സർ, ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നതൊന്ന് വിശ്വസിക്കണം. ഇന്നലെ 9 മണിക്ക് ഒരു പാർട്ടി വന്ന് സാദിഖിൻ്റെ വണ്ടി വിളിച്ചോണ്ട് പോയതിൽ പിന്നെ ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല. ഈ ഭാഗത്ത് ഏറ്റവും അധികം ഓട്ടം കിട്ടുന്നത് മിസ്റ്റർ സാദിഖിനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവനോട് പകയും അസൂയയുമുണ്ട്. അവനെ ഇല്ലായ്മ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരിക്കെ
എനിക്കറിയേണ്ടത് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഒന്ന്, എങ്ങനെയാണ് നിങ്ങൾ സാദിഖിനെ കൈകാര്യം ചെയ്തത്? 2, നിങ്ങൾ 3 പേരെ കൂടാതെ എത്ര പേർ ഈ കാടിലേക്ക് കൂട്ടുനിന്നു? സർ, ഞങ്ങൾക്ക് അവനോട് അസൂയുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതൊരു തെറ്റായ രീതിയിലല്ല സാർ. ഏതർത്ഥത്തിലും സാദിഖ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ്. ഞങ്ങൾക്ക് അവനെ വളരെ ഇഷ്ടവുമാണ്. തെറ്റായ രീതിയിലല്ലാത്ത അസൂയ. കൊള്ളാം. പോയിക്കോ. പിന്നെ ഇന്നലെ 9 മണിക്ക് ഒരു പാർട്ടി വന്ന് സാദിഖിന്റെ വണ്ടി വിളിച്ചു എന്ന് പറഞ്ഞല്ലോ. ആരായിരുന്നു ആ പാർട്ടി? പുതിയ പുരക്കൽ കുഞ്ഞാലി. പോയിക്കോ. സർ, 2 പേർ കാണാൻ വന്നിരിക്കുന്നു. അവർക്ക് സാറിനോട് എന്തോ നേരിട്ട് പറയാനുണ്ട്. വരാൻ പറയൂ. നമസ്കാരം സാർ. ഇരിക്കൂ. യെസ്, എന്താ നിങ്ങളുടെ പരാതി? സാർ, മെനിയാന്ന് കാണാതെ സാദിഖിനെ കുറിച്ച് ഇവന് ചിലത് പറയാനുണ്ടെന്ന്. യെസ്, പറയൂ. എൻ്റെ ഒരു ബന്ധുവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഞാൻ രാവിലെ കൽപ്പറ്റയിലേക്ക് പോയതായിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ ഒരുപാട് വൈകി. അടിവാരത്തെത്തിയപ്പോൾ സാദിഖിൻ്റെ ജീപ്പ് കണ്ട പോലെ തോന്നി. ഞാൻ ബൈക്ക് തിരിച്ചു. സാദിഖ് തന്നെയായിരുന്നു അത്. ഈ വിവരം നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ സ്റ്റേഷനിൽ അറിയിച്ചില്ല? ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഞാൻ ഭാര്യ വീട്ടിലേക്കാണ് പോയത്. ഇന്നലെ രാത്രിയാണ് തിരിച്ചു വന്നത്. അപ്പോഴാണ് സാദിഖ് 2 ദിവസമായി മടങ്ങി വന്നിട്ടെന്ന് അറിയുന്നത്. മുരളി, നിങ്ങൾ തന്ന ഈ ഇൻഫർമേഷൻ ഒരു വഴിത്തിരിവായേക്കും. നിങ്ങളുടെ സഹായം ഇനിയും ആവശ്യമായി വന്നേക്കും. തീർച്ചയായും സാർ. തൽക്കാലം ഇത് വളരെ രഹസ്യമാക്കി വെക്കണം. എന്നാലേ പ്രതികൾ നിരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മുരളി, ഇവർ തരുന്ന അഡ്രസ് വാങ്ങി കക്ഷികളെ വളരെ രഹസ്യമായി നിരീക്ഷിക്കണം. മഫ്റ്റീൻ മതി. ആർക്കൊരു സംശയം ഉണ്ടാവരുത്. പിന്നെ ആ കക്ഷികളുടെ അടുത്ത എക്സ്ക്യൂസ് മീ. ഹലോ, ഇൻസ്പെക്ടർ പ്രതാപ് ഹിയർ. പറയൂ. മൈ ഗോഡ്. ഓക്കെ, ഞാൻ ഉടനെത്തും. അല്ല, ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. ഐ എം സോറി മൈ ഫ്രണ്ട്സ്. നിങ്ങൾ ഭയപ്പെട്ട് സംഭവിച്ചെന്ന് തോന്നുന്നു. വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്. ചുരത്തിന്റെ 6-ാം വളവിന് താഴെ ഒരു ഡെഡ് ബോഡി കണ്ടെന്ന്. തേനെടുക്കാൻ വന്ന ആദിവാസികളാണ് ആദ്യം കണ്ടത്. സാർ, ആളാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യെസ്, കീശയിൽ ലൈസൻസ് ഉണ്ടായിരുന്നു. സാർ, ആരുടെയാ? മിസ്റ്റർ സാദിഖ്, സൺ ഓഫ്
വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാചഞ്ചലം നരജന്മം ഒരു നീർക്കുമിള പോ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാചഞ്ചലം നരജന്മം ഇരുൾ വീണ കണ്ണുമായി വെളിച്ചം തേടി സ്വയമെരിഞ്ഞടങ്ങും പാഴ്ജന്മം ഒരു നീർക്കുമിള പോ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാചഞ്ചലം നരജന്മം ഓമൽ പ്രതീക്ഷകൾ ഇതളിട്ടുണർന്നൊരു മാനസമിന്നു വെറും മരുഭൂവാ ഓമൽ പ്രതീക്ഷകൾ ഇതളിട്ടുണർന്നൊരു മാനസമിന്നു വെറും മരുഭൂവാ സ്വപ്നത്തിൻ സ്മാരക ശിലകളുണർത്തും സ്മരണകളിട നെഞ്ചിൽ ഗദ്ഗദമാ മറക്കുവതെങ്ങനെ പ്രിയമുഖങ്ങൾ വിടരാതെ കൊഴിയും മുകുളങ്ങൾ ഓ ഒരു നീർക്കുമിള പോൽ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാചഞ്ചലം നരജന്മം ഇരുൾ വീണ കണ്ണുമായി വെളിച്ചം തേടി സ്വയമെരിഞ്ഞടങ്ങും പാഴ്ജന്മം ഒരു നീർക്കുമിള പോൽ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാചഞ്ചലം നരജന്മം പെയ്താലും തോരാത്ത നിർമ്മല സ്നേഹമൂറും കരൾ കാമ്പിലും 100 ജന്മങ്ങളിൽ പെയ്താലും തോരാത്ത നിർമ്മല സ്നേഹമൂറും കരൾ കാമ്പിലും നീണം തേടുമാസുര കോലങ്ങൾ കൊയ്തിട്ട കബന്ധങ്ങൾ മേദിനി നൊമ്പരമാ മറക്കുവതെങ്ങനെ പ്രിയമുഖങ്ങൾ വിടരാതെ കൊഴിയും മുകുളങ്ങൾ ഓ ഒരു നീർക്കുമിള പോൽ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാചഞ്ചലം നരജന്മം ഒരു നീർക്കുമിള പോൽ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാചഞ്ചലം നരജന്മം ഇരുൾ വീണ കണ്ണുമായി വെളിച്ചം തേടി സ്വയമെരിഞ്ഞടങ്ങും പാഴ്ജന്മം ഒരു നീർക്കുമിള പോൽ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാചഞ്ചലം നരജന്മം എന്താ കുട്ടികളെ ഇപ്പോഴത്തെ അവസ്ഥ? ആ ശരിയായി വരുന്നുണ്ട്.
ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടോ? അതാണിപ്പം വലിയ പ്രശ്നം. എല്ലാവരും പറ്റ ക്ഷീണിതരാ. ആ തല തിരിഞ്ഞ ചെക്കന്റെ അവസ്ഥ എന്താ? കോളേജിൽ പോണ്ടോ? സത്യം പറഞ്ഞ അവനെ കാണുമ്പോഴാ സങ്കടം. എനിക്ക് ഇക്കാനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ കരച്ചില്. ഇതുവരെ കണ്ണീര് തോർന്നിട്ടില്ല. പടച്ചോൻ എല്ലാവർക്കും ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ. എന്തേ മാനു? സീനത്തിന്റെ കല്യാണം നടത്താൻ ഇപ്പോൾക്ക് താല്പര്യമില്ല. തോന്നിയാസവല ചെയ്തത്, അതൊന്ന് ചോദിക്കല്ലോ. വേണ്ടുപ്പാ, നമ്മൾ ഭയപ്പെടുത്തിയും നിർബന്ധിച്ചും ഈ വിവാഹം നടത്തിയോണ്ട് കാര്യമില്ല. ഒരു ദുർമരണം നടന്ന വീടായതുകൊണ്ടാണത്ര. ദുർമരണം? വിവരമില്ലാത്ത കഴുതകള്. നരകാവകാശിയായി മരിക്കണ ഒരുത്തന്റെ മരണ ദുർമരണം. അവൻ കട്ടിൽമ കടന്ന് മരിച്ചാലും ദുർമരണം തന്നെയാണ്. പക്ഷേ അതാരൊക്കെയെന്ന് പടച്ചോനെ അറിയൂ, പടപ്പൊക്കെ അറിയില്ല. ഇന്റെ സാധിക്കുമോ? എങ്ങനെടാ ഈ വിവരമൊന്നും മറിഞ്ഞറിയിക്കുക? ഇന്നെക്കൊണ്ട് കഴിയൂല. മോനിപ്പതും കൂടി താങ്ങാൻ കഴിയോ? കല്യാണത്തിനാണെങ്കിൽ 10-20 ദിവസം കൂടി ഉള്ളൂ. പെട്ടെന്ന് പറയണ്ട. ഉമ്മർഖാനോട് കല്യാണം 2-3 മാസത്തേക്ക് നീട്ടിവെക്കാൻ പറയാ. അത് മൂപ്പർക്കും സമ്മതാവും. അപ്പോഴേക്കും പുതിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാം. അതാ നല്ലത്. ആ വിഷയം ഈ എന്നെ കൈകാര്യം ചെയ്തളാ. കോളേജിൽ പഠിക്കുമ്പോ ഒരുപാട് ചെലവുണ്ടാവും. നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടെന്താ മനസ്സിലാവാത്ത? കയ്യിലുണ്ടാവുമ്പോ ചോദിച്ചോ പൈസ തരില്ല റിയാസെ. സാധിക്കാണെങ്കിൽ ഇന്ന് കാലത്തെ ട്രിപ്പും പോയതാ. അതെ, ഇക്കാക്ക് വളയം പിടിക്കാനല്ലേ അറിയൂ. കോളേജിൽ പഠിക്കുന്നതിന്റെ ആവശ്യം എന്തറിയാൻ? കോളേജിന്റെ പടി കയറാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ. ടാക്സി ഡ്രൈവർ, എന്റെ ഫ്രണ്ട്സ് ഇടയ്ക്ക് അതും പറഞ്ഞ് എന്നെ പരിഹസിക്കും. അത് കേൾക്കുമ്പോ നിർത്തടാ. ഇക്കാനെ പറ്റിയുള്ള എന്റെ പരിഹാസം ദിവസം തോറും കൂടി വരിക. SSLCക്ക് 500 രൂപ മാർക്കുണ്ടായ സാധിക്കുമോന് തുടർന്ന് പഠിച്ചാൻ വീതി ഉണ്ടായില്ല. കാരണം സുഖമില്ലാതെ 2.5 കൊല്ലം ഞാൻ ഈ മൂല കടന്നപ്പോ ഇങ്ങനെയും തീറ്റി പോറ്റാന് ഇഞ്ച കുട്ടിക്ക് തലയിൽ ചുമടേറ്റാനും പൊയിന്ന് മണൽ വരാനും പോണ്ടി വന്നു. അത് കണ്ട് സങ്കടം തോന്നിട്ടാ മൂസാജി എനിക്ക് ജീപ്പ് വാങ്ങിക്കൊടുത്തത്. അതുള്ളത് കൊണ്ട് അജ്ജൊക്കെ 4 നേരം ഉരുളൊരുക്കി മുണിങ്ങിയത്. നല്ലൊരു കുപ്പായ ഇഞ്ച മോട്ടിട്ടില്ല. ഹോട്ടലിൽ കയറി ഭക്ഷണം ഇഞ്ച കൂട്ടി കഴിക്കാറില്ല. കിട്ടണ പൈസ ഒക്കെ എറുമ്പ് മണത്തരി കൂട്ടി വെക്കണമാർക്ക് ഉണ്ടാക്കുക. ഇങ്ങക്കൊക്കെ വേണ്ടി മനസ്സിലായ കുതിര. അങ്ങനത്തെ ഓൻ അഞ്ചനാന്ന് പറയാനൊക്കെ നടക്കണ്ടെങ്കിൽ ഇറങ്ങി പോടാ എടുക്കാലും. നീ പറയില്ലടാ പാട്ടി. പറയാം സർ, ഞാനെല്ലാം പറയാം. കൊല്ലാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ രഹസ്യം പറഞ്ഞ സ്ഥിതിക്ക് ആദ്യം എന്നെ കൊല്ലുന്ന ഷിഹാബ് പറഞ്ഞു, സുരേഷും പറഞ്ഞു. സാദിഖിന്റെ ജീപ്പ് തമിഴ്നാട്ടിൽ വിൽക്കാമെന്ന് പറഞ്ഞു. 25 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞപ്പോ അത് ഞാൻ സമ്മതിച്ചു.
ഷിയാവേ, രാജനും സുരേഷ് ഇവിടെ കിട്ടെ, നമുക്ക് പോയി നിസ്കരിച്ചു തരാം. ഈ വണ്ടി എടുത്താ നിസ്കാരമൊക്കെ വയനാട്ടിലെത്തിയിട്ട് മതി. അതിന് നമ്മളൊക്കെ വയനാട്ടിലെത്തുന്ന എന്താ ഉറപ്പ്? ആ എന്നാ നീ ചെല്ലേ, ഞാൻ പിന്നെ നിസ്കരിച്ചോളാം. ഓൻ്റെ ഒടുക്കത്തെ നിസ്കാരം ഇനി ഇവിടെ വെച്ചാൽ നായ്ക്കളും കണ്ട അത് മതി. ഷിയാബേ വേണ്ടടാ, പാവടവൻ, അവനെ കൊല്ലണ്ട. പിന്നെ അവന് കൊടുക്കാനുള്ള 20,000 റുപ്യ ഈ കൊടുക്കണ പന്നി. ചോദിക്കുമ്പോ കള്ള്, പൈസക്ക് പൈസ, ഇതെല്ലാം തിന്നിട്ട് തന്നെ പോത്തുകൾ നടക്കാനല്ല. കുറച്ച് ധൈര്യം വേണം ആണുങ്ങളായ. ഇവനെ കണ്ടു പഠിക്കേ. കടം കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചതിനാണ് സാദിക്കിന് വകവരുത്തുമെന്നോർത്ത് വല്ലാതെ കുറ്റബോധം തോന്നി സാർ. പക്ഷേ ഞാൻ നിസ്സഹായനായിരുന്നു. ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞ് അടിവാരത്ത് വണ്ടി നിർത്തിച്ചു. എന്നാൽ സാദിക്ക് കാണാതെ മറ്റൊരു കടയിൽ കയറി ഒരു കഷ്ണം കയറ് വാങ്ങി. നിശ്ചയിച്ച സ്ഥലത്തെത്തിയപ്പോൾ മൂത്രമൊഴിക്കാനെന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. സാദിക്ക് ഇറങ്ങി ഓടുകയാണെങ്കിൽ കൈകാര്യം ചെയ്യാനായിരുന്നു ഞാൻ പുറത്ത് കാവൽ നിന്നത്. സാദിക്ക് പുറത്തേക്ക് വന്നില്ല. ഷിഹാബും സുരേഷും കൂടി തങ്ങളുടെ ജോലി പൂർത്തിയാക്കിയിരുന്നു. ഷിഹാബും സുരേഷും ഇപ്പോൾ എവിടെയുണ്ട്? അറിയില്ല സാർ. നിനക്കറിയില്ല? സത്യമായിട്ട് എനിക്കറിയില്ല സാർ, അറിയില്ല. പറയാ പിള്ളേ ജീപ്പ് എടുക്ക്. ഒരു മിനിറ്റ്, അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യാനുണ്ട്. എനിക്ക് ധൃതിയുണ്ട്. ഇപ്പോൾ വരൂ.
നാശം വലിച്ച് കേട്ടിടുന്നു വണ്ടിയിൽ. മോളെ ആയിഷോ ഈ ഇങ്ങനെ ആയാല് നമ്മളെ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ ആരാ ഉണ്ടാകുക? ഇപ്പാല ടീച്ചർ വരുന്നുണ്ടല്ലോ. ആ എന്റെ സാധിക്കുമ്പോ പോയതോട് കൂടി എന്റെ വീടിന്റെ വളക്ക് കെട്ടും. ആർക്കും ഒരു മുണ്ടാട്ടമല്ല. മോളെ ഇപ്പാനൊട്ടിയാ ഗ്ലാസ് ഒത്തുകൊണ്ട് വെച്ചാ ഉപ്പ എന്താ അത്? എനിക്ക് കിട്ടിയ ആദ്യത്തെ പ്രതിഫലം. ഞാൻ ഇന്ന് കൂലിപ്പണിക്ക് പോയിരുന്നു. മോനെ എന്റെ സാധിക്കും മോനെ പഠിപ്പിക്കാൻ പറ്റാത്ത ദുഃഖം കൊറേ അനുഭവിച്ചോനെ ഈ ബാപ്പ. ഇയ്യും അങ്ങനെ ആയാ പറ്റൂല. ഇയ്യു പഠിക്കാൻ പോണം. ഞാൻ ഇനി പഠിച്ചിട്ട് വലിയ കാര്യമില്ല. പിന്നെ ഇക്ക തുടങ്ങി വെച്ച കുറെ കാര്യങ്ങൾ ബാക്കിയില്ലേ, അതൊക്കെ പൂർത്തിയാക്കാൻ ഉപ്പാനെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയോ? എന്റെ കുട്ടിക്ക് ആദ്യം കിട്ടിയ കൂലിയല്ലേ, ഇതിന്റെ മോൻ തന്നെ കയ്യിൽ വെച്ചോ. അത് വേണ്ടപ്പാ, ഇന്നു മുതൽ ചെലവാക്കാൻ ഒരു കൈ മതി. എൻ്റെ കൈ അത്രയ്ക്ക് നല്ലതല്ല. റിയാസ്, എങ്ങോട്ടെല്ലാവരും? ഞങ്ങള് റിയാസിന്റെ ഫ്രണ്ട്സാ. പിന്നെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങൾക്കുള്ള സ്ഥലം ഇതാ. വീട്ടിനകത്ത് നിറങ്ങിയുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും ഇവിടെ വേണ്ട. എന്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഇക്കിടപെടണ്ട. നിന്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ നമ്മുടെ കുടുംബകാര്യമാണ് പറഞ്ഞത്. ഇവരകത്തേക്കൊന്ന് കയറിയാൽ ഈ കുടുംബം പൊളിഞ്ഞു വീഴുവോ? പ്രായം തികഞ്ഞൊരു പെണ്ണുണ്ടാകത്ത് അടുക്കള വരെ ഇറങ്ങുന്ന നിന്റെ ഈ സുഹൃത്തുക്കൾക്കിടയിലൂടെ അകത്തുള്ള സ്ത്രീകൾക്ക് ജീവിക്കാൻ പ്രയാസമുണ്ട്. വീട്ടിനകത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങാൻ സ്വാതന്ത്ര്യം നൽകുന്നതല്ല ഫ്രണ്ട്ഷിപ്പ്. എനിക്കുമുണ്ട് കുറെ സുഹൃത്തുക്കൾ, അവരൊക്കെ ഇവിടെ വരാറുമുണ്ട്. അവരിൽ ഒരാൾ പോലും അനാവശ്യമായി ഈ വാതിൽപ്പടി കടന്നിട്ടില്ല. എടാ റിയാസേ, ഞങ്ങൾ പോകുന്നു. എടാ പോവരുത് പ്ലീസ്. ഇയാൾ ഇവരല്ല പലതും പറയും. എടാ പോവരുത്. സമാധാനായില്ലേ? ഞാൻ ഇനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും?
സാരല്ല. എടാ റിയാസേ, നീ എന്താ കോളേജിൽ വരാത്തത്? നീ ഇല്ലാത്തത് കൊണ്ട് ഒരു ഹരവുമില്ല. നല്ലൊരു സിനിമ റിലീസായിട്ടുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് പോണം. നിങ്ങളുടെയൊക്കെ തന്തമാര് കൈക്കൂലി വാങ്ങി പലിശയ്ക്ക് കൊടുത്ത് സമ്പാദിച്ചത് നിങ്ങൾ തൂർത്തരയ്ക്കുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം കൂടി. പക്ഷേ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചിലവഴിച്ച ചിക്കൻ്റെയും മട്ടൻ്റെയും കാശുണ്ടാക്കാൻ എൻ്റെ ഉപ്പയ്ക്ക് അനുഭവിച്ച വേദന ഇന്ന് ഞാനും അനുഭവിച്ചു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? എൻ്റെ സുഹൃത്തുക്കളുടെ പട്ടികയിൽ നിന്ന് കുറെ പേരുകൾ ഞാൻ വെട്ടിക്കളഞ്ഞു. ആ കൂട്ടത്തിൽ നിങ്ങളുടെ പേരുമുണ്ട്. നിങ്ങൾക്കിനി മടങ്ങിപ്പോവാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് 5 പെണ്ണിനെയും ഒരാണിനെയാണ് പടച്ചോൻ തന്നത്. എന്നാലോ മക്കളായിട്ട് ആൺകുട്ടികൾ കുറേ ഉണ്ട്. ഓരോ കൂട്ടത്തിൽ മൂത്ത ആളിപ്പോൾ ഈയാണ്. ഉപ്പാപ്പ എന്തിനാ എന്നോട് ഇങ്ങനെ വളച്ചു കെട്ടി കാര്യം പറയണത്? കാര്യം എന്താ വെച്ചാൽ പറ പാപ്പ. ഞാൻ നിങ്ങളെ പേരക്കുട്ടിയല്ലേ. ഈ തോളിൽ കയറി കളിച്ചും ഈ നെഞ്ചത്തുറങ്ങിയും വളർന്നവനല്ല ഞാൻ. എനിക്കൊരു മകനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓനെക്കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഈ നാട്ടിൽ. ആ കുട്ടിനെയും കുടുംബത്തിനെയും എനിക്ക് പെരുത്ത് ഇഷ്ടമാണ്. ആ കുട്ടീനെ എനിക്ക് കല്യാണം കഴിച്ചൂടെ? ഏതാ കുട്ടി? നമ്മളെ ഉമ്മർട്ടിൻ്റെ മകള് സീനത്ത്. ഏതായാലും നിങ്ങൾ ഭാഗ്യവാന ഉമ്മർക്ക. ഇത്ര നല്ല ബന്ധം ഈ നാട്ടിൽ ആദ്യമായിട്ടാ. പടച്ചോന്റെ റഹ്മത്താണ്. അല്ല, നമ്മൾ പറഞ്ഞ കാര്യം എന്തായി? അല്ല, പണ്ടവും പണമൊന്നുമില്ലാതെ ഒരു കെട്ടാൻ തയ്യാറായ സ്ഥിതിക്ക് വെറുതെ കടം വരുത്തണം ഉമ്മർക്ക. കടമൊന്നും വരൂല. ഒരു 10 സെന്റ് സ്ഥലം വെക്കുന്നുണ്ട്. ആൾക്കാരും വന്നു നോക്കുന്നുണ്ട്. വില അങ്ങോട്ട് ഉയരുന്നില്ല. ഈ സമയം കിട്ടുന്ന വിലക്ക് വിൽക്കുന്ന ആൾക്കാർക്കും അറിയാം. ഒരു വീതം ഒത്താ കച്ചവടം അടിക്കും. പണ്ടവും പണവും മാണ്ടാന്ന് ആചാര്യ പറഞ്ഞെങ്കിലും എന്തെങ്കിലും കുട്ടിന്റെ മേലില്ല ഞാൻ കുറച്ചില്ല. ആചാര്യ നിലയും ബലിയും വെച്ച് നോക്കുമ്പോ ഇഞ്ഞക്കോടൊന്നും ചെയ്യാൻ കഴിയൂല. എന്നാലും ആചാര്യ വസലാക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ, പണ്ടങ്ങൾ എത്ര വേണമെങ്കിലും സൗകര്യം പോലെ വന്നെടുത്തോളി. കാശുങ്ങൾ കിട്ടുമ്പോ തന്നാ മതി. അൽഹംദുലില്ലാ. എന്നാല് ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ഉമ്മറേ. ആ ഹൈ, ഈ ആചാര്യപ്പം എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇങ്ങോട്ട് കയറി ഇരിക്കുക ആചാര്യ. മറേ, എന്ത് തോന്നിയാ സജ്ജി ചെയ്തത്? ഈ ജ്വല്ലറി പോയി പണ്ടം കടം ചോദിച്ചോ? ഇജിന്റെ മാനം കളഞ്ഞില്ല എമ്മറേ. ആൾക്കാരെന്താ പറയാ? രഹസ്യമായി മൂസാജി പണ്ട് ആവശ്യപ്പെട്ടൂന്ന്. ഇങ്ങനൊരു കല്യാണം നടത്താൻ എന്റെ മാനം വെക്കണല്ലേ? ഇക്കാലത്തില് മൂസാജിന്റെ പേരക്കുട്ടിനെ കൊണ്ട് എന്റെ മകളെ കെട്ടിക്കൂന്ന് വിചാരിച്ചിക്കണമെങ്കിൽ അനക്ക് തെറ്റിപ്പോയി മറ. മറേ, പണ്ടവും പണവും മാണ്ടാന്ന് മൂസാജി പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാണ്ടാന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്കെന്തിനാടോ എൻ്റെ പറമ്പ് വിറ്റ പൈസ കൊണ്ട് വാങ്ങിയ പണ്ടം? എന്നാ ഇത് കണ്ടോ, ഇത് മുഴുവൻ എൻ്റെ മാക്കുള്ള പണ്ടാ. എന്നാ പിടിക്ക്. ഈ പേരിൽ ഇന്ന് മുതൽക്ക് സന്തോഷം ഉണ്ടായി കാണണം. എല്ലാരും ഒന്ന് ചിരിക്കും കളിക്കും ചെയ്യും.
മോളെ ദാജേര് തന്നതാ. മരക്കാരെ ഓയ് ഇവിടെ വാ. അടച്ചോനെ കണ്ടും ചെയ്തത് എന്താണ് യാചാരും നേരത്തെ തന്നെ ആളപ്പത് കണ്ട്. ഇപ്പൊ എന്താ ഇപ്പൊ മൂപ്പരോട് ഞാൻ പറയേണ്ടി ചെന്നാ തീർച്ചയായും അല്ലാത്താട്ട് എന്തേ ചേരെ ഉമ്മറിന്റെ പറമ്പ് തൽക്കാലം വിൽക്കണില്ല. അഡ്വാൻസ് വാങ്ങിപ്പോയല്ലോ. അത് ഉമ്മറ് തരും. വേഗം ചെല്ല് പോകാൻ പറ. ആ ആയിക്കോട്ടെ. ഇനി എന്നെ ഇവിടെ കണ്ടാലേ ഇതിന്റെ കയ്യിന്റെ ചൂട് നല്ലോ അറിയും. കുറ്റി പറിച്ച് വേഗം തടിത്തോളി ചങ്ങായിമാരെ ജീവമാണെങ്കിൽ